السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن نبينا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا. صلى الله عليه وعلى آله وأصحابه وأتباعه بإحسان إلى يوم الدين. أما بعد. സഹോദരങ്ങളെ, ഒരു മുഅ്മിൻ നിർബന്ധമായി മനസ്സിലാക്കിയിരിക്കേണ്ട, പ്രത്യേകിച്ച് നാം ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഇക്കാലത്ത് നമ്മൾ പരസ്പരം വസിയത്ത് ചെയ്യേണ്ട, ഓർമ്മിപ്പിക്കേണ്ട ഒരു വിഷയമാണ് ഞാൻ ഇൻഷാ അല്ലാഹ് നിങ്ങളുമായി പങ്കുവെക്കാൻ ഉദ്ദേശിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയെക്കുറിച്ച് നല്ല ചിന്ത, ഹുസ്നുൽ ദന്ന് വെച്ച് പുലർത്തുക എന്നതാണ് വിഷയം. ഈ ദുനിയാവിൽ ജീവിക്കുന്ന ഒരു മുഅ്മിൻ, അവന് നേടിയെടുക്കാവുന്ന ഏറ്റവും വലിയ സ്ഥാനം, ഏറ്റവും വലിയ ദറജ എന്ന് പറയുന്നത് അള്ളാഹുവുമായി അവൻ്റെ ഖൽബിന് തഅല്ലുഖുണ്ടാവുക, ബന്ധമുണ്ടാവുക എന്നുള്ളതാണ്. അതിലും വലിയൊരു സ്ഥാനമില്ല. നമ്മുടെ മനസ്സിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്തയുണ്ടാവുക, അള്ളാഹുവിനോടുള്ള പേടി, അള്ളാഹുവിനോടുള്ള സ്നേഹം, അള്ളാഹുവിനെ കുറിച്ചുള്ള ദിക്ർ, ഇങ്ങനെയുള്ള അമാലുൽ ഖുലൂബ്, നമ്മുടെ ഖൽബിൻ്റെ അമലുകൾ കൊണ്ട് അള്ളാഹുവുമായി ബന്ധപ്പെടുക, ഇതിനേക്കാൾ വലിയ ഒരു സ്ഥാനവും നമുക്ക് നേടാനില്ല. അങ്ങനെ അള്ളാഹുവുമായി ഇണങ്ങിയ, അള്ളാഹുവുമായി ബന്ധമുള്ള ഒരു ഖൽബിൻ്റെ അടയാളമാണ് റബ്ബിനെ കുറിച്ച് നല്ല വിചാരമുണ്ടാവുക എന്നുള്ളത്. ആർക്കാണോ ഈമാനുള്ളത് അവൻ അള്ളാഹുവിനെ കുറിച്ച് നല്ല ചിന്തയുണ്ടാകും, അള്ളാഹു സുബ്ഹാനഹു വ തആലയെക്കുറിച്ച് നല്ല പ്രതീക്ഷയുണ്ടാകും. അങ്ങനെയുള്ള ഒരു മനുഷ്യൻ, അവൻ അനുഭവിക്കുന്ന സന്തോഷം, അവൻ അനുഭവിക്കുന്ന മനസ്സമാധാനം, അത് നമുക്ക് വർണ്ണിക്കാൻ സാധിക്കുകയില്ല. അത് അനുഭവിച്ചവർക്കേ അറിയാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറഞ്ഞത്, ഇന്ന ഫിദ്ദുനിയ ലജന്നതൻ, ദുനിയാവിൽ ഒരു സ്വർഗമുണ്ട്, മൻ ലം യദ്ഖുൽഹാ ലൻ യദ്ഖുല ജന്നത്തൽ ആഖിറ, ആ സ്വർഗത്തിൽ പ്രവേശിക്കാത്തവൻ നാളെ ആഖിറത്തിലും സ്വർഗത്തിൽ പ്രവേശിക്കാൻ പോകുന്നില്ല. അത് അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്തയാണ്, മനസ്സറിഞ്ഞ് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യലാണ്. അപ്പം അള്ളാഹുവിനെ കുറിച്ചുള്ള നല്ല ചിന്ത, അത് ഒരു മനുഷ്യന് മനസ്സമാധാനം ഉണ്ടാക്കും. അതുപോലെ ഈമാനിൻ്റെ അടയാളമാണ്, ദലീലാണ് അള്ളാഹുവിനെ കുറിച്ചുള്ള ഹുസ്നുൽ ദൻ എന്ന് പറയുന്നത്. ഇമാം സഹാബിയായ അബ്ദുല്ലാഹ് ബിൻ മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, വല്ലാഹി അല്ലദി ലാ ഇലാഹ ഗൈറുഹു, അല്ലാഹുവാണ് സത്യം, മാ ഉഅ്തിയ അബ്ദുൻ മുഅ്മിനുൻ ഷൈഅൻ ഖൈറൻ മിൻ ഹുസ്നിൽ ദന്നി ബില്ലാഹി അസ്സ വജൽ, മുഅ്മിനായ ഒരു മനുഷ്യന് അള്ളാഹുവിനെ കുറിച്ചുള്ള സൽവിചാരം, നല്ല ചിന്ത എന്നതിനേക്കാൾ മഹത്വമുള്ള ഒരു അനുഗ്രഹവും ലഭിച്ചിട്ടില്ല. നമുക്ക് ദുനിയാവിൽ ലഭിക്കാനിരിക്കുന്ന അനുഗ്രഹങ്ങൾ, സമ്പത്താകട്ടെ, മക്കളാകട്ടെ, അധികാരമാകട്ടെ, പ്രശസ്തിയാകട്ടെ, ആളുകളുടെ പരിഗണനയാകട്ടെ, മദ്ഹാവട്ടെ, അവരുടെ പ്രശംസയാകട്ടെ, ഇങ്ങനെ എന്തൊക്കെയുണ്ടോ, ഇനി ദീനിയായ അനുഗ്രഹങ്ങൾ, ഇൽമ്, അതുപോലെ തന്നെ ദീനിയായ മറ്റ് എന്തെങ്കിലും അനുഗ്രഹങ്ങൾ, അള്ളാഹു നൽകുന്ന സ്ഥാനം, ഇതൊന്നും അള്ളാഹുവിനെ കുറിച്ചുള്ള ഹുസ്നുൽ ദന്നിന് തുല്യമല്ല എന്നാണ് അബ്ദുല്ലാഹ് ബിൻ മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പറയുന്നത്. എന്താണ് ഇത്രയും പ്രാധാന്യം ഈ കാര്യത്തിനുണ്ടാവാനുള്ള കാരണം? കാരണം ഒരു മുഅ്മിനും കാഫിറും തമ്മിൽ വേർതിരിക്കുന്ന കാര്യമാണ്. അതുപോലെ മുഅ്മിനീങ്ങളുടെ ഈമാന്റെ ഖുവ്വത്തും ദഅഫും, അതിൻ്റെ ശക്തിയും ദൗർബല്യവും വേർതിരിക്കുന്ന കാര്യമാണ് അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്ത എന്ന് പറയുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവനെക്കുറിച്ച് വളരെ നല്ല ചിന്തയുള്ള ആളുകളെക്കുറിച്ചും വളരെ മോശം ചിന്തയുള്ള ആളുകളെക്കുറിച്ചും ഖുർആനിൽ വിവരിച്ചിട്ടുണ്ട്. നല്ല ആളുകളെക്കുറിച്ച്, ഏറ്റവും അക്മലായിട്ടുള്ള മനുഷ്യരുടെ കൂട്ടത്തിൽ ഏറ്റവും ഉന്നതരായിട്ടുള്ള ആളുകളെക്കുറിച്ച് അല്ലാഹു തആല പറയുകയുണ്ടായി. അവരാരാണ്? അമ്പിയാക്കൾ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ഉന്നതരായിട്ടുള്ള ആളുകൾ സഹാബത്താണ്. സഹാബത്തിനെ കുറിച്ച് അല്ലാഹു തആല പറഞ്ഞു, അല്ലദീന ഖാല ലഹുമുന്നാസ് ഇന്നന്നാസ ഖദ് ജമഉ ലക്കും ഫഖ്ശൗഹും, ജനങ്ങൾ അവരോട് പറഞ്ഞു, നിങ്ങളുടെ ശത്രുക്കൾ മുശ്രിക്കുകൾ ഇതാ നിങ്ങൾക്കെതിരെ സംഘടിച്ചിരിക്കുന്നു, അതുകൊണ്ട് നിങ്ങൾ പേടിച്ചുകൊള്ളുക. എപ്പോഴാണ് ഈ സംഭവം ഉണ്ടായത്? ഉഹദ് യുദ്ധത്തിൽ മുസ്ലിമീങ്ങൾക്ക് വലിയ പരാജയമുണ്ടായി. പല പ്രമുഖരായ സഹാബത്ത് മരണപ്പെട്ടു, കൊല്ലപ്പെട്ടു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പരിക്ക് പറ്റി. അങ്ങനെ വളരെ വിഷമത്തിലിരിക്കുന്ന സമയത്താണ്
മുശ്രിക്കുകൾ വീണ്ടും തിരിച്ചു വന്ന് ബാക്കിയുള്ള സ്വഹാബത്തിനെ കൂടി കൊന്നുകൊണ്ട് ഇസ്ലാമിനെ നാമാവശേഷമാക്കാം എന്ന് തീരുമാനിക്കുന്നത്. അങ്ങനെ അബൂ സുഫിയാനും കൂടെ ഉണ്ടായിരുന്ന മുശ്രിക്കുകളും മക്കയിൽ നിന്ന് വീണ്ടും പുറപ്പെടുകയാണ്. അപ്പോഴാണ് ജനങ്ങൾ സ്വഹാബത്തിനോട് പറയുന്നത്, ഇന്നന്നാസ ഖദ് ജമഉ ലക്കും ഫഖ്ശൗഹും, ഇതാ നിങ്ങളെ പരാജയപ്പെടുത്തിയ അവർ വീണ്ടും ബാക്കിയുള്ളവരെ കൂടി കൊല്ലാൻ വേണ്ടി ഒരുങ്ങിയിരിക്കുന്നു. അപ്പോഴെന്താണ് സ്വഹാബത്ത് പറഞ്ഞത്? വഖാലു ഹസ്ബുനല്ലാഹു ഫസാദഹും ഈമാനൻ വഖാലു ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ. അവർക്ക് ഈമാൻ വർദ്ധിക്കുകയാണ് ഉണ്ടായത്. എന്നിട്ട് അവർ പറഞ്ഞു, ഹസ്ബുനല്ലാഹു, നമുക്ക് അല്ലാഹു മതി, വനിഅമൽ വക്കീൽ, ഭരമേൽപ്പിക്കാൻ എത്ര നല്ലവനാണ് അല്ലാഹു തആല. ഇതായിരുന്നു സ്വഹാബത്തിന്റെ വാക്ക്. അതിന്റെ ഫലമായി എന്താണ് ഉണ്ടായത്? ഫൻഖലബു ബിനിഅമത്തി മിനല്ലാഹി വഫദ്ൽ, അല്ലാഹുവിന്റെ നിഅമത്ത് കൊണ്ട് അവർക്ക് മടങ്ങാൻ സാധിച്ചു. ലം യംസസ്ഹും സൂ, ഒരു ദോഷവും അവരെ ബാധിച്ചില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഭീഷണി കേട്ടപ്പോൾ ധൈര്യത്തോടെ പുറപ്പെടുകയാണ് ചെയ്തത്. അല്ലാഹുൽ തവക്കുലാക്കി ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ എന്ന് പറഞ്ഞുകൊണ്ട് അവർ പുറപ്പെട്ടു. അങ്ങനെ ഹംറാ ഉൽ അസദ് എന്ന് പറയുന്ന സ്ഥലത്തെത്തി. അവിടെ എത്തിയപ്പോൾ മുശ്രിക്കുകൾ പേടിച്ച് മടങ്ങിപ്പോവുകയാണ് ചെയ്തത്. അല്ലാഹു തആല അവരെ രക്ഷപ്പെടുത്തി. അപ്പൊ അള്ളാഹുവിനെ കുറിച്ച് അവരുടെ ചിന്ത ഇതായിരുന്നു, അങ്ങേയറ്റത്തെ പ്രതിസന്ധി, തങ്ങൾ മുഴുവനായും കൊല്ലപ്പെടും എന്ന അവസ്ഥ. ആ സമയത്ത് അവർ പറഞ്ഞത് ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ, ഭരമേൽപ്പിക്കാൻ എത്ര നല്ലവനാണ് അല്ലാഹു തആല, നമുക്ക് മതിയായി അവൻ ഉണ്ട്, നമുക്ക് എല്ലാത്തിനും അവൻ മതിയായി എന്ന് സ്വഹാബത്ത് പറയുകയുണ്ടായി. ഇത് ഈമാന്റെ അലാമത്താണ്, ഈമാന്റെ അടയാളമാണ്. അതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ ഈമാനുള്ള മനുഷ്യന്മാരുടെ കഥ പറഞ്ഞു തരുമ്പോൾ അല്ലാഹു തആല ഇക്കാര്യം നമ്മോട് പറഞ്ഞത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഉഹദ് യുദ്ധത്തെക്കുറിച്ച് വിവരിക്കുന്ന കുറേ ആയത്തുകളുണ്ട് സൂറത്തു ആലി ഇമ്രാനിൽ. ബദർ യുദ്ധത്തിനെ കുറിച്ചുള്ള ആയത്തുകളുണ്ട്. ആ യുദ്ധത്തിൽ നടന്ന പല സംഭവങ്ങളും ഈ സൂറത്തിലില്ല. നേരെ മറിച്ച് ഒരു ഏറ്റുമുട്ടൽ സംഭവിക്കാത്ത ഒരു യുദ്ധത്തിന് വേണ്ടി ഒരു യാത്ര മാത്രം നടത്തിയ സംഭവം ചരിത്ര ഗ്രന്ഥങ്ങളിൽ അധികം പ്രാധാന്യം കൊടുക്കാത്ത ഈ ഗസ്വത്ത് ഹംറ അൽ അസദ് എന്ന സംഭവത്തെക്കുറിച്ച് ഇവിടെ എടുത്തു പറഞ്ഞിരിക്കുകയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. എന്തുകൊണ്ടാണ്? അവരുടെ ഹുസ്നുൽ ദന്ന, റബ്ബിനെ കുറിച്ചുള്ള നല്ല വിചാരം പ്രകടമായ സംഭവമായിരുന്നത്. യുദ്ധത്തിൽ നടന്ന ഏറ്റുമുട്ടലിന്റെ വർണ്ണനയൊന്നുമില്ല സൂറത്തിൽ. എന്തുകൊണ്ടാണ് ഇക്കാര്യം പറഞ്ഞത്? കാരണം ഇതാണ് നമുക്ക് പഠിക്കാനുള്ളത് അവരുടെ ജീവിതത്തിൽ നിന്ന്. അള്ളാഹുവിനെ കുറിച്ച് ഏത് പ്രതിസന്ധി ഘട്ടത്തിലും ഹുസ്നുൽ ദന്ന വെച്ച് പുലർത്തുക എന്നുള്ളത്. ഇതിന്റെ നേരെ വിപരീതം, ഒരാളുടെ ഖൽബിൽ ഈമാന്റെ നേരെ വിപരീതമായ നിഫാഖ്, ഷക്ക് ഉണ്ടോ ഇല്ലേ എന്ന് മനസ്സിലാക്കാൻ ഈ ഒരു കാര്യം ഉപയോഗിച്ചാൽ മതി. നിഫാഖിന്റെ അടയാളമായി, ഷക്കിന്റെ അടയാളമായി അല്ലാഹു തആല പറഞ്ഞു തന്നത് അള്ളാഹുവിനെ കുറിച്ചുള്ള ചീത്ത വിചാരമാണ്, സൂഉദ്ദന്നാണ്. വയുഅദ്ദിബൽ മുനാഫിഖീന വൽ മുനാഫിഖാത്തി വൽ മുശ്രിക്കീന വൽ മുശ്രിക്കാത്ത്. അല്ലാഹു തആല മുനാഫിഖുകളെയും മുനാഫിഖായ സ്ത്രീകളെയും അതുപോലെ മുശ്രിക്കുകളായ സ്ത്രീകളെയും പുരുഷന്മാരെയും ശിക്ഷിക്കുക തന്നെ ചെയ്യും, ശിക്ഷിക്കാൻ വേണ്ടിയാണ് ഉദ്ദേശിക്കുന്നത്. എന്നിട്ട് അവരുടെ പ്രത്യേകത പറഞ്ഞിരിക്കുകയാണ്. മുശ്രിക്കുകൾ എന്ന് പറഞ്ഞാൽ ആരാണ്? മുനാഫിഖ് എന്ന് പറഞ്ഞാൽ ആരാണ്? അദ്ദാന്നീന ബില്ലാഹി വന്നസൗ, അള്ളാഹുവിനെ കുറിച്ച് ചീത്ത വിചാരമുള്ള ആളുകൾ, അള്ളാഹുവിനെ കുറിച്ച് തെറ്റായ ധാരണകൾ വെച്ച് പുലർത്തുന്നവർ. അലൈഹിം ദാഇറത്തു സൗ, അവർക്ക് ചുറ്റും ദോഷത്തിന്റെ, തിന്മയുടെ വലയമുണ്ടായിരിക്കും. വഗളിബല്ലാഹു അലൈഹിം, അള്ളാഹു അവരോട് കോപിച്ചിരിക്കുന്നു. വലഅനഹും, അവരെ ശപിച്ചിരിക്കുന്നു. വഅഅദ്ദ ലഹും ജഹന്നം, നരകം അവർക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നു. വസാഅത് മസീറ, അതെത്ര മോശം സങ്കേതമാകുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, മുനാഫിക്കുകളെ അള്ളാഹു ശിക്ഷിക്കുമെന്ന് പറഞ്ഞിട്ട് ആ മുനാഫിക്ക് ആരാണ് എന്ന് എടുത്തു പറഞ്ഞത് അള്ളാഹിനെ കുറിച്ച് ചീത്ത ധാരണയുള്ളവർ, അള്ളാഹുവിനെ കുറിച്ച് വിശ്വസിക്കേണ്ട പോലെ വിശ്വസിക്കാത്തവർ, അള്ളാഹുവിനെ കുറിച്ച് വേണ്ടത്ര പ്രതീക്ഷയില്ലാത്തവർ. അതാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിശേഷണം. അതാണ് മുശ്രിക്കിന്റെയും കാഫിറിന്റെയും മുനാഫിക്കിന്റെയും ഏറ്റവും പ്രധാനപ്പെട്ട വിശേഷണമായി അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ എടുത്തു പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ രണ്ട് കൂട്ടരെ കുറിച്ച് അള്ളാഹു പറഞ്ഞു. ഒന്ന്, ജീവൻ നഷ്ടപ്പെടുന്ന സന്ദർഭത്തിലും അള്ളാഹുവിനെ കുറിച്ച് നല്ലത് വിചാരിക്കുന്ന, അവിടെയും അള്ളാഹു തന്നെ രക്ഷപ്പെടുത്തും എന്നുള്ള പ്രതീക്ഷയുള്ള സഹാബത്ത്, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ടാമത്തേത്, അള്ളാഹുവിനെ കുറിച്ച് മോശം ധാരണയുള്ള, അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീനിനെ കൈവിടും, അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഔലിയാക്കളെ സംരക്ഷിക്കുകയില്ല, അവന്റെ ദീൻ ഭൂമിയിൽ നിന്ന് തുടച്ചു നീക്കാം, ഇങ്ങനെയുള്ള അള്ളാഹുവിനെ കുറിച്ചുള്ള മോശം ധാരണ വെച്ചു പുലർത്തുന്ന മുനാഫിക്കുകൾ, നരകത്തിന്റെ ഏറ്റവും അടിത്തട്ടിലുള്ളവർ. ഇന്നൽ മുനാഫിഖീന ഫി ദർക്കിൽ അസ്ഫലി മിനന്നാർ,
ഇപ്പൊ ഈ രണ്ട് ദർജക്കിടയിൽ പല ദർജകളുണ്ട്, ഇതിനിടയിൽ പല സ്ഥാനങ്ങളുണ്ട്. ചിലർ നിഫാഖിനോട് അടുത്ത് നിൽക്കുന്നവരായിരിക്കും, ചിലർ ഈ സഹാബത്തിന്റെ പൂർണ്ണമായ ഈമാനിനോട് അടുത്ത് നിൽക്കുന്നവരായിരിക്കും. നമ്മളൊക്കെ ഇതിൽ ഓരോ ദർജയിലായിരിക്കും. എവിടെയാണ് എന്ന് ഓരോരുത്തരും അവരവരുടെ കാര്യത്തിൽ ചിന്തിക്കുക. അപ്പോൾ ഈമാനും ഷക്കും തമ്മിൽ വേർതിരിക്കുന്ന, ഈമാനും നിഫാഖും തമ്മിൽ വേർതിരിക്കുന്ന കാര്യമാണ് അള്ളാഹുവിനെ കുറിച്ച് നമ്മുടെ ഖൽബിലുള്ള ചിന്ത എന്താണ് എന്ന കാര്യം. അള്ളാഹു തആല നമ്മോട് കൽപ്പിച്ചിട്ടുള്ളതാണ് അവനെക്കുറിച്ച് നല്ലത് വിചാരിക്കാൻ. വഅഹ്സിനൂ ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഹ്സിനീൻ, നിങ്ങൾ ഇഹ്സാനുള്ളവരാവുക, നന്നാക്കുക. ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഹ്സിനീൻ, മുഹ്സിനീങ്ങൾ അള്ളാഹു ഇഷ്ടപ്പെടുന്നു. ഇതിന്റെ തഫ്സീറിൽ പല ഖൗലുകൾ സലഫുകൾ പറഞ്ഞിട്ടുണ്ട്. അതിലൊരു ഖൗല് ഐ അഹ്സിനു ദന്ന ബില്ലാഹ്, അള്ളാഹുവിനെ കുറിച്ചുള്ള നിങ്ങളുടെ ചിന്തയെ നിങ്ങൾ നന്നാക്കുക എന്നുള്ളതാണ്. ഹദീസിൽ, ഖുദ്സിയായ ഒരു ഹദീസിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതായി കാണാം, അന ഇൻദ ദന്നി അബ്ദി ബി, എന്റെ അടിമ എന്നെ കുറിച്ച് എന്താണോ ചിന്തിക്കുന്നത് അവിടെ ആയിരിക്കും ഞാൻ, അഥവാ അതുപോലെ ആയിരിക്കും ഞാൻ. ഒരാൾ വിചാരിക്കുകയാണ് എനിക്ക് എല്ലാ കാര്യത്തിനും റബ്ബ് മതി, ഞാൻ കുടുങ്ങിയാൽ അള്ളാഹു എന്നെ രക്ഷിക്കും, എന്റെ രോഗം അള്ളാഹു ശിഫയാക്കും, എന്റെ കടം അള്ളാഹു വീട്ടിത്തരും. ഇങ്ങനെ അള്ളാഹുവിനെ കുറിച്ച് നല്ല വിചാരം, ഇത് അള്ളാഹുവിന്റെ ദീനാണ്, ഇതിനു വേണ്ടി ഞാൻ പരിശ്രമിക്കുന്നത് വെറുതെ ആവുകയില്ല, ഈ ദീനിനായിരിക്കും അന്തിമ വിജയം, ഇതെന്തൊക്കെ പരീക്ഷണങ്ങൾ നേരിട്ടാലും അന്തിമമായ വിജയം അള്ളാഹുവിന്റെ ദീനിനായിരിക്കും. ഇങ്ങനെയുള്ള നല്ല വിചാരം അള്ളാഹുവിനെ കുറിച്ച് ഒരാൾ വെച്ചു പുലർത്തിയാൽ അന ഇൻദ ദന്നി അബ്ദി ബി, ആ ചിന്ത ഞാൻ പൂർത്തിയാക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല അതുപോലെ അവനോട് പെരുമാറും, അവൻ വിചാരിച്ചതുപോലെ അള്ളാഹു കാര്യം നടത്തും. ഫൽ യദുന്ന അബ്ദി ബി മാ ശാ, അതുകൊണ്ട് എന്റെ അടിമ അവന് ഇഷ്ടമുള്ളത് എന്നെ കുറിച്ച് വിചാരിച്ചു കൊള്ളട്ടെ. ഒരാൾ മോശമാണ് വിചാരിക്കുന്നതെങ്കിൽ അവന് അതുപോലെ ആയിരിക്കും അനുഭവം, ഒരാൾ നല്ലതാണ് വിചാരിക്കുന്നതെങ്കിൽ അവന് നല്ലതായിരിക്കും അനുഭവം ഉണ്ടാവുക. ഈ ആയത്തിൽ, മുനാഫിക്കുകളെ കുറിച്ച് പറഞ്ഞ ആയത്തിൽ, അള്ളാഹുവിനെ കുറിച്ച് ചീത്ത ധാരണയുള്ള, മോശമായ ധാരണ വെച്ച് പുലർത്തുന്ന മുനാഫിക്കുകൾ, അവരെ അള്ളാഹു ശിക്ഷിക്കും എന്ന് പറഞ്ഞ ആയത്ത്, ആ ആയത്ത് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. 5 ശിക്ഷകളാണ് അങ്ങനെയുള്ള ആളുകൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ആയത്തിൽ പറഞ്ഞിട്ടുള്ളത്. അള്ളാഹിനെ കുറിച്ച് മോശം വിചാരിക്കുന്ന ആളുകൾക്ക്, ഒന്ന് അലൈഹിം ദാഇറത്തു സൗ, തിന്മയുടെ വലയം അവരുടെ ചുറ്റുമുണ്ടാകും. അവരെങ്ങോട്ട് തിരിഞ്ഞാലും തിന്മയായിരിക്കും, നഷ്ടങ്ങളായിരിക്കും, അവർക്ക് ദുരനുഭവങ്ങളായിരിക്കും ഉണ്ടാവുക. അതുപോലെ ഗളിബല്ലാഹു അലൈഹി, അള്ളാഹുവിന്റെ കോപം, ഗളബ്, അള്ളാഹുവിന്റെ കോപം എന്ന് പറഞ്ഞാൽ അത് നമുക്ക് താങ്ങാൻ സാധിക്കുന്നതല്ല. ദുർബലനായ മനുഷ്യന് അള്ളാഹുവിന്റെ കോപം എങ്ങനെയാണ് താങ്ങാൻ സാധിക്കുക? അതാണ് രണ്ടാമതായി പറഞ്ഞത്. മൂന്നാമതായി ലഅനത്തുല്ലാഹി, അള്ളാഹുവിന്റെ ശാപം. അള്ളാഹുവിന്റെ ശാപം എന്ന് പറഞ്ഞാൽ എന്താ? ഉലമാക്കൾ പറയുന്നത് ലഅനത്ത് എന്നുള്ള വാക്കിന്റെ അർത്ഥം അത്തർദു മിനർ റഹ്മതി, റഹ്മത്തിൽ നിന്നുള്ള ആട്ടി അകറ്റൽ. അള്ളാഹുവിന്റെ റഹ്മത്ത് അവന് പിന്നെ ഉണ്ടാവുകയില്ല. ആലോചിച്ച് നോക്കൂ, അള്ളാഹുവിന്റെ റഹ്മത്തില്ലെങ്കിൽ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും? അപ്പോ മൂന്നാമത് പറഞ്ഞത് അള്ളാഹുവിന്റെ ശാപം. നാലാമത്തേത് ജഹന്നം, അവരുടെ സങ്കേതം ജഹന്നമായിരിക്കും, നരകം. അഞ്ചാമത്തേത് വസാഅത് മസീറ, അത് എത്ര മോശം സങ്കേതമാണ്, നരകത്തെ ഒന്നുകൂടി വർണ്ണിച്ചു പറഞ്ഞു, വളരെ മോശമായിരിക്കും നരകത്തിലെ അവസ്ഥ. ഇങ്ങനെ 5 ശിക്ഷകൾ അല്ലാഹു തആല അവനെക്കുറിച്ച് തെറ്റായ ചിന്തകൾ, അവനെക്കുറിച്ച് മോശമായ ധാരണകൾ വെച്ചു പുലർത്തുന്ന ആളുകൾക്കുണ്ടാകും എന്ന് പറയുകയുണ്ടായി. ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ പറഞ്ഞു, ലം യതവഅദില്ലാഹു അഹദൻ ബിൽ ഇഖാബി അഅ്ളമ മിമ്മൻ ظن ബിഹി ظن السوء. അല്ലാഹു തആല അവന്റെ കലാമിൽ, ഖുർആനിൽ പല പാപങ്ങൾക്കുമുള്ള ശിക്ഷകളെ കുറിച്ച് പറഞ്ഞ് താക്കീത് ചെയ്തിട്ടുണ്ട്. പക്ഷെ റബ്ബിനെ കുറിച്ച് മോശം ചിന്തകൾ വെച്ചു പുലർത്തുന്നവർക്ക് പറഞ്ഞിട്ടുള്ള ഈ ശിക്ഷകൾ, ഈ ആയത്തിൽ സൂറത്തുൽ ഫത്ഹിൽ പറഞ്ഞ 5 ശിക്ഷകൾ, ഇതുപോലെ ഇത്ര ഗൗരവമുള്ള, ഇത്ര ഭീകരമായ ഒരു ശിക്ഷ വേറെ ആർക്കും അല്ലാഹു തആല പറഞ്ഞിട്ടില്ല. പിന്നെ തെറ്റ് ചെയ്ത ആൾക്ക് ഇന്ന ശിക്ഷ എന്ന് പറഞ്ഞിട്ട് പല ആയത്തുകളും കാണാൻ പറ്റും ഖുർആനിൽ. പക്ഷെ ഇതുപോലെയുള്ള കടുത്ത വാക്കുകൾ അല്ലാഹു തആല മറ്റൊരാളെ കുറിച്ചും ഉപയോഗിച്ചിട്ടില്ല എന്നാണ് ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ പറഞ്ഞത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇപ്പോൾ വ്യഭിചാരാരോപണം ഉന്നയിക്കുന്നവരെ പറ്റി അവർ ഫാസിക്കുകളാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ പല തെറ്റിനെ കുറിച്ചും പല ശിക്ഷകൾ, പല ആക്ഷേപങ്ങൾ അത് ചെയ്യുന്നവരെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അള്ളാഹുവിനെ കുറിച്ച് മോശം ചിന്ത വെച്ച് പുലർത്തുന്നവർക്ക് പറഞ്ഞതുപോലെയുള്ള ശിക്ഷ ഒരാൾക്കും അല്ലാഹു തആല പറഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് അള്ളാഹുവിനെ അടുത്തറിഞ്ഞിട്ടുള്ള ആളുകൾ, അള്ളാഹുവുമായി മനസ്സ് ബന്ധപ്പെട്ടിട്ടുള്ള ആളുകൾ, സാലിഹ്യങ്ങളായ സലഫ് മുൻഗാമികൾ, അവരുടെ ദുആ അതിൽ ഒരു വിഷയമായിരുന്നു, അവർ പ്രാർത്ഥിക്കാറുള്ള ഒരു വിഷയമായിരുന്നു അള്ളാഹുവിനോട് അവനെക്കുറിച്ച് നല്ല ചിന്തയുള്ള മനസ്സ് തരാൻ വേണ്ടി. അതവർ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചതായി ഹദീസിൽ വന്നിട്ടുണ്ട്. പക്ഷേ ആ ഹദീസിന്റെ സനദിനെ കുറിച്ച് അഭിപ്രായ വ്യത്യാസമുണ്ട്. എന്നാൽ മുൻഗാമികൾ പ്രാർത്ഥിച്ചിട്ടുള്ളതായി ഇമാം ഔസാഇ റഹിമഹുല്ലാഹ്, അതുപോലെ തന്നെ സഈദ് ഇബ്നു ജുബൈർ തുടങ്ങിയ താബിഈങ്ങൾ പ്രാർത്ഥിച്ചതായി
കാണാവുന്ന ഒരു ദുആയുണ്ട്. അല്ലാഹുമ്മ ഇന്നി അസ്അലുക തൗഫീഖ ലിമഹാബിക മിനൽ അഅമാൽ. അല്ലാഹുവേ, അമലുകളിൽ നിനക്ക് പ്രിയപ്പെട്ട കാര്യങ്ങൾ ചെയ്യാനുള്ള തൗഫീഖ് ഞാൻ ചോദിക്കുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഓരോ ദിവസവും നമ്മൾ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. ഇതിൽ അള്ളാഹുവിന് ഇഷ്ടമുള്ള എന്തൊക്കെ ഉണ്ടാകും, അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത എന്തൊക്കെ ഉണ്ടാകും. അപ്പൊ അള്ളാഹുവിനോട് അവന് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള തൗഫീഖ് ഞാൻ ചോദിക്കുന്നു. വസിദ്ഖി തവക്കുലി അലൈക്, നിന്നോട് സത്യസന്ധമായ തവക്കുൽ ഞാൻ ചോദിക്കുന്നു. അള്ളാഹുവിനോട് വെറുതെ തവക്കുൽ എന്ന് നാവുകൊണ്ട് പറയാനല്ല, സത്യസന്ധമായ തവക്കുൽ. എന്ത് വെല്ലുവിളികൾ ഉണ്ടായാലും എന്ത് പരീക്ഷണങ്ങൾ ഉണ്ടായാലും പതറാത്ത തവക്കുൽ അത് അള്ളാഹു തന്നെ തരണം, എന്നാലേ ഉണ്ടാവുകയുള്ളൂ. വസിദ്ഖി തവക്കുലി അലൈക്, നിന്നോട് ശരിയായ സിദ്ഖുള്ള തവക്കുൽ ഞാൻ ചോദിക്കുന്നു. ഇത് രണ്ടും തമ്മിൽ ബന്ധമുണ്ട്. അള്ളാഹുവിന് ഇഷ്ടമുള്ള അമലുകൾ ചെയ്യുന്നവർക്കേ ആത്മാർത്ഥമായ സത്യസന്ധമായ തവക്കുൽ ഉണ്ടാവുകയുള്ളൂ. എല്ലാ ഹറാമുകളും ചെയ്യുന്ന നമ്മുടെ നാവും ശരീരവും ഒക്കെ ഹറാമുകളിൽ മുഴുകി കഴിയുകയാണെങ്കിൽ തവക്കുൽ നമുക്കുണ്ടാവുകയില്ല, ആത്മാർത്ഥമായ തവക്കുൽ ഉണ്ടാവുകയില്ല. നമ്മൾ പുറമേക്ക് ചിലപ്പോൾ പറയും ഞാനൊക്കെ അള്ളാഹിനെ ഏൽപ്പിച്ചു എന്നൊക്കെ പറയും, പക്ഷെ നമ്മൾ പതറും. അതുപോലെ തന്നെ മൂന്നാമതായി ചോദിക്കുന്നു വഹുസ്നുദ്ദന്നി ബിക, നിന്നെക്കുറിച്ച് ഹുസ്നുദ്ദന്ന് നല്ല വിചാരം ഞാൻ ചോദിക്കുന്നു. അതും നേരത്തെ പറഞ്ഞ കാര്യങ്ങളുമായി ബന്ധമുണ്ട്. സ്വാലിഹായ അമലുകൾ ചെയ്യുന്ന ആളുകൾക്ക് അള്ളാഹുവിനെ കുറിച്ച് നല്ല വിചാരം ഉണ്ടാവുകയുള്ളൂ. അല്ലാത്തവർക്ക് എപ്പോഴും പേടിയായിരിക്കും. അവർക്ക് തൻ്റെ ജീവിതത്തെക്കുറിച്ച് ഭാവിയെക്കുറിച്ച് എപ്പോഴും വേവലാതികളായിരിക്കും, അങ്കലാപ്പായിരിക്കും. അപ്പൊ ഈ മൂന്ന് കാര്യങ്ങൾ പരസ്പര ബന്ധമുള്ളതാണ്. അതിനുവേണ്ടി സലഫുകൾ ദുആ ചെയ്യാറുണ്ടായിരുന്നു. ഇനി നമുക്ക് നമ്മുടെ മനസ്സിനെ ഒന്ന് പരിശോധിക്കാം. നമ്മുടെ മനസ്സിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്ത ശരിയാണോ തെറ്റാണോ? ഈ പറഞ്ഞതിൽ ഏതിലാണ് നമ്മളുള്ളത്? സ്വഹാബത്തിനെ കുറിച്ച് പറഞ്ഞതുപോലെയുള്ള ഏറ്റവും ഉത്തമമായ ഏറ്റവും ഉന്നതമായ ദർജയിലാണോ? മുനാഫിക്കുകളെ കുറിച്ച് പറഞ്ഞിട്ടുള്ള ഏറ്റവും മോശമായ അവസ്ഥയിലാണോ? അതല്ല അതിന്റെ ഇടയിൽ പല ദർജകളുണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. ഇതിലെവിടെയാണ്? മുകളിലാണോ താഴെയാണോ? കൂടിയാണോ കുറഞ്ഞാണോ നമ്മുടെ ഹുസ്നുദ്ദന്ന് റബ്ബിനെ കുറിച്ചുള്ളത് എന്ന് മനസ്സിലാക്കാൻ ചില മാർഗങ്ങളുണ്ട്. ഒന്നാമത്തേത്, അള്ളാഹുവിനെ കുറിച്ചുള്ള നല്ല വിചാരം ഒരാളുടെ മനസ്സിലുണ്ടെങ്കിൽ ദുആക്ക് ഉത്തരം കിട്ടും എന്ന ചിന്ത അവനുണ്ടാകും. ഞാൻ ചെയ്യുന്ന ദുആ അള്ളാഹു സ്വീകരിക്കുമെന്ന ചിന്തയുണ്ടാകും. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും? ധാരാളമായി ദുആ ചെയ്യും. അപ്പോൾ നമ്മൾ ദുആ ചെയ്യാറുണ്ടോ? ലൈസ ശൈഉൻ അക്റമ അലല്ലാഹി മിനദ് ദുആ. അള്ളാഹുവിന്റെ അടുക്കൽ ദുആ പോലെ പവിത്രമായ, ദുആ പോലെ മൂല്യമുള്ള ഒന്നുമില്ല എന്നാണ് ഹദീസിൽ വന്നിട്ടുള്ളത്. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് നല്ല വിചാരം ഒരാളുടെ മനസ്സിലുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ റഹ്മത്തിനെ കുറിച്ച്, അള്ളാഹുവിന്റെ ഖുദ്റത്തിനെ കുറിച്ച് ഒരാൾക്ക് ബോധ്യം വന്നിട്ടുണ്ടെങ്കിൽ അവൻ ധാരാളമായി ദുആ ചെയ്യും. അമ്മൻ യുജീബുൽ മുദ്ദറ ഇദാ ദഅാഹു വയക്ഷിഫു സൂഅ, മുദ്ദറായ, കുടുങ്ങിയ, പ്രയാസങ്ങളിൽ അകപ്പെട്ട ഒരാളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ചെയ്യാൻ ആരാണുള്ളത്? വയക്ഷിഫു സൂഅ, ദോഷങ്ങൾ അകറ്റാൻ അള്ളാഹു അല്ലാതെ ആരാണുള്ളത് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിച്ചിട്ടുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉദ്ഉല്ലാഹ, നിങ്ങൾ അള്ളാഹുവിനെ വിളിച്ച് പ്രാർത്ഥിക്കുക, ദുആ ചെയ്യുക. എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്? അൻതും മൂഖിനൂന ബിൽ ഇജാബ, ഉത്തരം കിട്ടും എന്ന യഖീനോടുകൂടി നിങ്ങൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. അപ്പൊ നമ്മുടെ ആവശ്യം എന്ത് തന്നെയായിരുന്നാലും അള്ളാഹുവിന് പ്രയാസമുള്ള ഒരു കാര്യവുമില്ല. റബ്ബിനോട് യഖീനോടുകൂടി പ്രാർത്ഥിക്കുക. പരീക്ഷണമായിട്ട് പ്രാർത്ഥിക്കരുത്. ഒരു ടെസ്റ്റ് ചോദിച്ചു നോക്കാം, കിട്ടിയാൽ കിട്ടട്ടെ എന്ന് വിചാരിച്ച് പ്രാർത്ഥിക്കാൻ പാടില്ല. യഖീനോടുകൂടി അള്ളാഹു തആലയോട് പ്രാർത്ഥിക്കുക. ഇത് ദുആക്ക് ഉത്തരം കിട്ടാനുള്ള ഒരു സബബുമാണ്. യഖീനോടുകൂടി, നല്ല ചിന്തയോടുകൂടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക എന്നുള്ളത്. അപ്പൊ ഇതാണ് ഒന്നാമത്തെ മാർഗം. നമ്മൾ പതിവായി ദുആ ചെയ്യാറുണ്ടോ? ദുആക്ക് ഉത്തരം കിട്ടുന്ന എത്രയോ സമയങ്ങളുണ്ട്. ബാങ്ക് കൊടുത്ത് ഇഖാമത്ത് വരെയുള്ള സമയം, അതുപോലെ രാത്രിയുടെ അന്ത്യയാമം, സുബഹിന്റെ തൊട്ടു മുമ്പുള്ള സഹർ, ആ സമയത്ത് പ്രാർത്ഥിക്കുന്നത് വലിയ ഫദ്ലുള്ള കാര്യമാണ്. അല്ലാഹു തആല ഇറങ്ങി വരുന്ന സമയമാണ്. ഇമാം അഹ്മദ് റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ അടുക്കൽ വന്ന് വലിയൊരു പണ്ഡിതൻ, അദ്ദേഹത്തിന്റെ സുഹൃത്താണ്, ഇമാം അഹ്മദിനോട് പറഞ്ഞു, ഒരുപാട് കടമുണ്ട്, ബാധ്യതകളുണ്ട്. അദ്ദേഹം പറഞ്ഞു, ഇമാം അഹ്മദിന്റെ നസീഹത്ത് ചോദിച്ചു വന്നിരിക്കുകയാണ്, ഒരു ഉപദേശം, എന്താണ് കടം വീട്ടാനുള്ള മാർഗം. നമ്മളോട് പറഞ്ഞാൽ എന്തായിരിക്കും നമ്മൾ പറയാം? നമ്മൾ പല പദ്ധതികളും പല സബബുകളും അയാൾക്ക് പറഞ്ഞു കൊടുക്കും. പക്ഷെ ഇമാം അഹ്മദ് പറഞ്ഞു, അലൈക ബിസ്സഹർ, ഫജ്റിന് മുമ്പുള്ള ആ സമയം അത് നീ ഉപയോഗപ്പെടുത്തുക എന്ന് അദ്ദേഹത്തോട് പറയുകയുണ്ടായി. അപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട് അവസരങ്ങളുണ്ട്. ഇതൊക്കെ നമ്മൾ പാഴാക്കിക്കൊണ്ടിരിക്കുകയാണ്. സുന്നത്ത് നോമ്പ് നോറ്റാൽ, ഫർളായാലും സുന്നത്തായാലും നോമ്പുകാരന്റെ ദുആക്ക് ഉത്തരം കിട്ടും, യാത്രയിൽ ദുആക്ക് ഉത്തരം കിട്ടും. ഈ സമയമൊക്കെ നമ്മൾ വെറുതെ കളയുകയായിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പുറത്തു തരട്ടെ, നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അപ്പൊ ഇത് ഒന്നാമത്തെ അടയാളമാണ്. അള്ളാഹുവിന്റെ ദുആക്ക് ഉത്തരം കിട്ടും എന്ന ഉറപ്പോടുകൂടി നമ്മൾ ദുആ ചെയ്യാറുണ്ടോ? രണ്ടാമത്തേത്, നമ്മുടെ പാപങ്ങൾ അള്ളാഹു പുറത്തു തരും. കഴിഞ്ഞുപോയ നമ്മുടെ അബദ്ധങ്ങൾ, അതിന്റെ പേരിൽ അള്ളാഹു നമ്മെ വഷളാക്കുകയില്ല.
അവനത് മറച്ചു വെച്ചുകൊള്ളും. നമ്മുടെ ന്യൂനതകൾ അള്ളാഹു പരിഹരിക്കും. ദുനിയാവിലും ആഖിറത്തിലും അള്ളാഹു നമുക്ക് സത്ർ, പാപങ്ങളുടെ മറ അവൻ നൽകും എന്നുള്ള പ്രതീക്ഷ, മഗ്ഫിറത്ത് നൽകും എന്നുള്ള പ്രതീക്ഷ, അത് അള്ളാഹുവിനെ കുറിച്ച് നല്ല ചിന്തയുള്ള ഒരാൾക്കുണ്ടാകും. ഇബ്രാഹിം അലൈഹിസ്സലാം അദ്ദേഹം പറഞ്ഞതായി അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ നമ്മെ പഠിപ്പിക്കുന്നത് എന്താണ്? അള്ളാഹുവിനെ കുറിച്ച് ഇബ്രാഹിം നബി അലൈഹിസ്സലാം കുറെ വർണ്ണിക്കുന്ന ആയത്തുകൾ കാണാം. അതിൽ അദ്ദേഹം പറയുന്നു, വല്ലദീ അത്മഉ അൻ യഗ്ഫിറ ലീ ഖതീഅതി യൗമദ്ദീൻ, എൻ്റെ പിഴവുകൾ വിചാരണയുടെ ദിവസം എനിക്ക് പുറത്തു തരുന്നത് അവനാണ്, എനിക്ക് പുറത്തു തരും എന്ന് ഞാൻ പ്രതീക്ഷ വെച്ചിരിക്കുന്നത് അവനിലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വഷളാക്കുകയില്ല, അവൻ നമ്മുടെ തെറ്റുകൾ പുറത്തു തരും എന്നുള്ള പ്രതീക്ഷ അള്ളാഹുവിനെ കുറിച്ച് നല്ല വിചാരമുള്ള ഒരാൾക്കുണ്ടാകും. സുഫിയാൻ അസ്-സൗരി റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞതായി ഒരു വാക്കുണ്ട്. എത്രമാത്രം സലഫു സാലിഹ്യങ്ങൾക്ക്, മുൻഗാമികൾക്ക് അള്ളാഹുവിന്റെ റഹ്മത്തിൽ പ്രതീക്ഷയുണ്ടായിരുന്നു, അവന്റെ മഗ്ഫിറത്തിൽ പ്രതീക്ഷയുണ്ടായിരുന്നു എന്ന് ഈ വാക്ക് വായിച്ചാൽ മനസ്സിലാകും. മാ ഉഹിബ്ബു അന്ന ഹിസാബി ജുഇല ഇലാ വാലിദയ്യ, എന്റെ ഹിസാബ്, വിചാരണ എന്റെ ഉമ്മാനെയും ഉപ്പാനെയും അള്ളാഹു ഏൽപ്പിക്കുന്നതിൽ എനിക്ക് താല്പര്യമില്ല. നമ്മുടെ ഏറ്റവും കൂടുതൽ റഹ്മത്തുള്ള മനുഷ്യരായിരിക്കും നമ്മുടെ മാതാപിതാക്കൾ. അവരെ എന്റെ ഹിസാബ് അള്ളാഹ് ഏൽപ്പിക്കുകയാണെങ്കിൽ എനിക്കതിൽ താല്പര്യമില്ല. വറബ്ബി ഖൈറുൻ ലീ മിൻ വാലിദയ്യ, എന്റെ റബ്ബാണ് എന്റെ മാതാപിതാക്കളെക്കാൾ എനിക്ക് ഖൈറായിട്ടുള്ളത്. നമ്മുടെ മാതാപിതാക്കൾ നമ്മുടെ തെറ്റുകൾ പുറത്തു വരുന്നവരല്ലേ. നമ്മൾ എന്തെങ്കിലും അബദ്ധം ചെയ്താൽ, നമ്മുടെ മക്കൾ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ, അതിൽ ഖേദമുണ്ടെങ്കിൽ ഒരു മാതാവും പിതാവും അക്കാര്യത്തിൽ അവരോട് വാശി കാണിക്കുകയില്ല, വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ മാതാപിതാക്കളെക്കാൾ റഹ്മത്തുള്ളവനാണ്. ചില പണ്ഡിതന്മാർ ഈ ആശയം ഖുർആനിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. സൂറത്ത് നിസായില് അനന്തരാവകാശ സ്വത്തിനെ കുറിച്ചുള്ള ആയത്തുകൾ അല്ലാഹു തആല പറഞ്ഞ എന്താണ്? യൂസീകുമുല്ലാഹു ഫി ഔലാദിക്കും. ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ ചില പണ്ഡിതന്മാർ ഒരു കാര്യം മനസ്സിലാക്കിയിട്ടുണ്ട്. അതെന്താണ്? യൂസീകുമുല്ലാഹു ഫി ഔലാദിക്കും, നിങ്ങളുടെ മക്കളുടെ കാര്യത്തിൽ അള്ളാഹു നിങ്ങളെ വസിയത്ത് ചെയ്യുന്നു, മക്കളുടെ കാര്യം ശ്രദ്ധിക്കണമെന്ന് അള്ളാഹു ഉപദേശിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് സ്വത്ത് വീതിക്കുന്നതിന്റെ അളവുകൾ വിശദീകരിക്കുന്നത്. ഇപ്പൊ സാധാരണഗതിയിൽ നമ്മൾ എപ്പോഴാണ് ഒരാളോട് മറ്റൊരാളുടെ കാര്യത്തിൽ വസിയത്ത് ചെയ്യുക, ഉപദേശിക്കുക? വസിയത്ത് ചെയ്യുന്നവനായിരിക്കും വസിയത്ത് ചെയ്യപ്പെടുന്നവനേക്കാൾ ആ വ്യക്തിയെ സ്നേഹിക്കുകയും കരുണ കാണിക്കുകയും ചെയ്യുന്നത്. നമ്മളിപ്പോൾ കുട്ടിയെ ഒരു അധ്യാപകന്റെ അടുത്ത് ഏൽപ്പിച്ചു പോവുകയാണ്. അപ്പോൾ എൻ്റെ മകന്റെ കാര്യത്തിൽ ഞാൻ വസിയത്ത് ചെയ്യുന്നു പറയും. കാരണം എന്താ? ആ അധ്യാപകനേക്കാൾ ആ മകന്റെ കാര്യത്തിൽ താല്പര്യം നമുക്കാണ്. അപ്പൊ മാതാപിതാക്കളെക്കാൾ നമ്മോട് റഹ്മത്ത് അള്ളാഹുവിനാണ്. അതുകൊണ്ടാണ് മാതാപിതാക്കളോട് പറയുന്നത് യൂസീകുമുല്ലാഹു ഫി ഔലാദിക്കും. അപ്പൊ അള്ളാഹുവാണ് നമ്മോട് ഏറ്റവും റഹ്മത്തുള്ളവൻ, അതുകൊണ്ട് അവൻ നമ്മുടെ പാപങ്ങൾ പുറത്തു തരും എന്നുള്ള ചിന്ത. ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം, സ്വന്തം നഫ്സുകളോട് ധിക്കാരം, ഇസ്രാഫായിട്ട് ചെയ്ത പാപങ്ങൾ കൊണ്ട് ഇസ്രാഫിലായിട്ടുള്ള, എന്താ പറയാ, പരിധി വിട്ട് പാപങ്ങൾ കൊണ്ട് ധൂർത്തടിച്ചിട്ടുള്ള ആളുകളെ അള്ളാഹു തആല വിളിക്കുകയാണ്. യാ ഇബാദി എന്ന് പറഞ്ഞുകൊണ്ട്, എന്റെ അടിമകളെ, ലാ തഖനതു മിർ റഹ്മത്തില്ലാ, അള്ളാഹുവിന്റെ റഹ്മത്തിനെ കുറിച്ച് നിങ്ങൾ നിരാശരാകരുത്. ഈ വിഷയം, അള്ളാഹുവിന്റെ മഗ്ഫിറത്തിൽ പ്രതീക്ഷ വേണം എന്നുള്ളത്, അള്ളാഹു പുറത്തു തരും എന്ന പ്രതീക്ഷ വേണമെന്നുള്ളത്, അതിൽ ചില ആളുകൾ വഞ്ചിതരാകും. ചില ആളുകൾ എന്ത് വിചാരിക്കും? പരമാവധി തെറ്റുകൾ ചെയ്യും, എന്നിട്ട് അള്ളാഹു ഗഫൂറാണ് റഹീമാണെന്ന് വിചാരിക്കും. അത് തെറ്റിദ്ധാരണയാണ്. അങ്ങനെ തെറ്റിദ്ധരിച്ച് ഒരു ജാഹിലായ മനുഷ്യൻ ഒരു കവിത പറഞ്ഞിട്ടുണ്ട്. തകസ്സർ മസ്തതഅത മിനൽ മആസി ഇദാ കാനൽ ഖുദൂമു അലാ കരീമി, പരമാവധി മാസിയത്തുകൾ ചെയ്തു കൊള്ളുക. കാരണം കരീമായ, ഔദാര്യവാനായ അള്ളാഹുവിന്റെ അടുത്തേക്കാണല്ലോ പോകാനുള്ളത്, അവനെല്ലാം പുറത്തു തരും. അങ്ങനെയുള്ള ധാരണ ഉണ്ടാകാനും പാടില്ല. സലഫുകൾ വിശദീകരിച്ചിട്ടുള്ള കാര്യമാണ്, അള്ളാഹുവിനെ കുറിച്ച് ഒരാൾക്ക് നല്ല വിചാരമുണ്ടായാൽ, അള്ളാഹു പുറത്തു തരും എന്നുള്ള ചിന്തയുണ്ടെങ്കിൽ അവന്റെ അമലുകൾ നന്നാവുകയും ചെയ്യും. കഴിഞ്ഞുപോയ പാപങ്ങളെക്കുറിച്ച് അവന് നിരാശയുണ്ടാവുകയുമില്ല, ഭാവി ജീവിതം അവൻ നന്നാക്കുകയും ചെയ്യും. അബൂ സുലൈമാൻ അദ്ദാറാനി റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു, മൻ ഹസുന ظنഹു ബില്ലാഹി അസ്സ വജൽ, ആരാണോ അള്ളാഹുവിനെ കുറിച്ച് നല്ലത് വിചാരിക്കുന്നത്, നല്ല ചിന്തയുള്ളത്, ثم لم يخف الله, അള്ളാഹുവിനെ കുറിച്ച് അവന് പേടിയുമില്ല എങ്കിൽ, ഫഹുവ മുഖാദിഉൻ, അവൻ സ്വയം വഞ്ചിക്കുകയാണ്. എനിക്ക് അള്ളാഹിനെ പറ്റി നല്ല ചിന്തയാണ് എന്നവൻ പറയുന്നത് കളവാണ്. അവന്റെ മനസ്സിൽ അള്ളാഹുവിനെ കുറിച്ച് നല്ല ചിന്തയല്ല ഉള്ളത്. അങ്ങനെയാണെങ്കിൽ അവന്റെ അമല് നന്നാകും. അതുപോലെ തന്നെ സഹോദരങ്ങളെ, അള്ളാഹുവിനെ കുറിച്ച് നല്ല വിചാരം, ഹുസ്നുദ്ദന്നുള്ള ഒരു മനുഷ്യന്റെ അടയാളമാണ്. നമുക്കങ്ങനെ ഉണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു കാര്യമാണ്, അള്ളാഹുവിന്റെ അസ്മാഇനെ കുറിച്ചും സിഫാത്തിനെ കുറിച്ചും നമ്മൾ ചിന്തിക്കും. അള്ളാഹുവിന്റെ വിശേഷണങ്ങളെക്കുറിച്ച്, അവന്റെ നാമങ്ങളെക്കുറിച്ച് ചിന്തിക്കുക എന്നുള്ളത്, അത് അള്ളാഹുവിനെ കുറിച്ച് നല്ല വിചാരമുള്ള ഒരാളുടെ ലക്ഷണമാണ്. അള്ളാഹു തആല നരകാവകാശികളെ കുറിച്ച് പറഞ്ഞു,
വദാലികും ظنكم الذي ظننتم بربكم അർദാക്കും. നിങ്ങൾ നരകത്തിലെത്താനുള്ള കാരണം അള്ളാഹുവിനെ കുറിച്ച് സൂഉദ്ദൻ, അള്ളാഹുവിനെ കുറിച്ച് മോശം ചിന്ത നിങ്ങൾ വെച്ചു പുലർത്തിയതാണ്. ഫഅസ്ബഹ്തും മിനൽ ഖാസിരീൻ, അതുകൊണ്ട് ഇതാ നിങ്ങൾ നഷ്ടക്കാരിൽ പെട്ടുപോയിരിക്കുന്നു. ഈ ആയത്തിന് തൊട്ട് മുമ്പ് പറഞ്ഞത് എന്താണ്? നമ്മുടെ കൈയും കാലുമൊക്കെ നമുക്കെതിരെ സാക്ഷി പറയും പരലോകത്ത് എന്ന കാര്യം പറഞ്ഞിട്ടാണ് ഈ ആയത്ത് പറയുന്നത്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പറയുന്നത്, നിങ്ങൾ അള്ളാഹുവിനെ കുറിച്ച് വെച്ചു പുലർത്തിയ ധാരണകൾ, അതാണ് നിങ്ങളെ നരകത്തിലെത്തിച്ചത്. എന്നിട്ട് ആ ധാരണ എന്താണെന്ന് വിശദീകരിച്ചു. അന്നല്ലാഹ വലാകിൻ ظننتم അന്നല്ലാഹ ലാ യഅലമു കസീറൻ മിമ്മാ തഅമലൂൻ. അള്ളാഹു നിങ്ങൾ ചെയ്യുന്ന പല പ്രവൃത്തികളും അറിയില്ല എന്ന് നിങ്ങൾ വിചാരിച്ചു പോയി. നമുക്കറിയാം അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാം അറിയുന്നുണ്ട് എന്ന് വിശ്വസിച്ചാലും മനുഷ്യൻ തെറ്റ് ചെയ്യും. ചില സമയത്ത് മാസിയത്തുകൾ സംഭവിക്കും, ഷഹവത്തുകൾ നമ്മെ തോൽപ്പിക്കും. അപ്പോൾ അള്ളാഹുവിനെ കുറിച്ച്, അവന്റെ അസ്മാഇനെ കുറിച്ച്, സിഫാത്തുകളെ കുറിച്ച് ശരിയായ ചിന്ത എപ്പോഴും മനസ്സിൽ നിലനിർത്തുക എന്നുള്ളതാണ് തെറ്റുകളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം. ആ ചിന്തയൊന്ന് ദുർബലമാകുമ്പോഴാണ് തെറ്റ് ചെയ്യുന്നത്. അള്ളാഹുവിന്റെ ഇൽമ് എന്നുള്ള സിഫത്തിനെ കുറിച്ച് നിങ്ങൾ വെച്ചു പുലർത്തിയ തെറ്റിദ്ധാരണ, അന്നല്ലാഹ ലാ യഅലമു കസീറൻ മിമ്മാ തഅമലൂൻ, നിങ്ങളുടെ പല അമലുകളും അള്ളാഹു അറിയുന്നില്ല എന്നുള്ള നിങ്ങളുടെ ചിന്ത, അതാണ് ഇവിടെ നരകത്തിലെത്തിച്ചത്. അപ്പൊ അള്ളാഹുവിന്റെ ഒരു സിഫത്തിനെ കുറിച്ച് തെറ്റിദ്ധാരണയുണ്ടായപ്പോൾ അതിൽ ഒരു ഖുവ്വത്ത്, വിശ്വാസത്തിന് ഉറപ്പ് നഷ്ടപ്പെട്ടപ്പോൾ അവർ നരകത്തിലെത്തി. അപ്പൊ ഇതിന്റെ നേരെ വിപരീതമായിരിക്കണം ഒരു മുഅ്മിന്റെ സ്വഭാവം. അള്ളാഹുവിന്റെ സിഫാത്തിനെ കുറിച്ച് ചിന്തിക്കുക, അള്ളാഹുവിന്റെ ഇൽമിനെ കുറിച്ച്, അള്ളാഹുവിന്റെ ഖുദ്റത്തിനെ കുറിച്ച്, അള്ളാഹുവിന്റെ കാഴ്ചയെക്കുറിച്ച്. നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തികളും അള്ളാഹു സുബ്ഹാനഹു വ തആല കണ്ടുകൊണ്ടിരിക്കുന്നു. നമ്മൾ പറയുന്ന ഓരോ വാക്കും അള്ളാഹു തആല കേട്ടുകൊണ്ടിരിക്കുന്നു. ഈ ചിന്തയുണ്ടായാൽ നമ്മുടെ ജീവിതം എത്ര നന്നായിരിക്കും. അപ്പൊ ഇത് അള്ളാഹുവിനെ കുറിച്ചുള്ള നല്ല വിചാരത്തിൽപ്പെട്ടതാണ്. കാരണം ഈ വിഷയത്തിലുള്ള അള്ളാഹുവിന്റെ അസ്മാ വ സിഫാത്തിലുള്ള ഈമാൻ കുറവ് അള്ളാഹുവിനെ കുറിച്ചുള്ള സൂഉദ്ദന്നാണ് എന്ന് ഇവിടെ അള്ളാഹു തആല പറഞ്ഞു. അപ്പൊ അതിന്റെ നേരെ വിപരീതം അള്ളാഹുവിനെ കുറിച്ചുള്ള ഹുസ്നുദ്ദന്ന്, നല്ല വിചാരം എന്ന് പറഞ്ഞാൽ അവന്റെ അസ്മാ വ സിഫാത്തിനെ കുറിച്ച് ചിന്തിക്കുക എന്നുള്ളതാണ്. നാലാമത് ഒരു വിശേഷണം, അള്ളാഹുവിനെ കുറിച്ച് നല്ല ചിന്ത മനസ്സിൽ കൊണ്ടു നടക്കുന്നവരുടെ ഒരു വിശേഷണം, എപ്പോഴും ജീവിതത്തിൽ ശുഭാപ്തി വിശ്വാസം വെച്ചു പുലർത്തുക എന്നുള്ളതാണ്. തഫാഉൽ എന്ന അറബിയിൽ പറയും. നല്ലത് വിചാരിക്കുക, ഭാവിയിൽ നല്ലതുണ്ടാകും എന്ന് ചിന്തിക്കുക, അതാണ് തഫാഉൽ എന്ന് പറയുന്നത്. നമുക്ക് എന്തെങ്കിലും ഒരു ദുരനുഭവം ഉണ്ടായാൽ, രോഗം വന്നാൽ, ഈ രോഗം മാറും ഇൻഷാ അല്ലാഹ്, അള്ളാഹുവിന് അതിന് കഴിയും. അതുപോലെ ദാരിദ്ര്യമുണ്ടായാൽ എൻ്റെ അവസ്ഥ മാറും, അള്ളാഹു സുബ്ഹാനഹു വ തആല ഐശ്വര്യം നൽകും. കടമുണ്ടായാൽ ഇത് വീട്ടാൻ സാധിക്കും. ഇങ്ങനെ എന്ത് ബുദ്ധിമുട്ടുണ്ടായാലും, എന്തൊക്കെ നഷ്ടങ്ങളുണ്ടായാലും ഇതിനൊക്കെ ഒരു പരിഹാരമുണ്ടാകും എന്ന് ശുഭാപ്തി വിശ്വാസം വെച്ചു പുലർത്തുക. അതാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞത്, അല്ലദീ ഖലഖനീ ഫഹുവ യഹ്ദീൻ. അള്ളാഹു എങ്ങനെയുള്ളവനാണ്? എന്നെ സൃഷ്ടിച്ചവനാണ്. ഫഹുവ യഹ്ദീൻ, അവനാണ് എനിക്ക് ഹിദായത്ത് നൽകുന്നത്. വല്ലദീ ഹുവ യുത്ഇമുനി വയസ്ഖീൻ, അവനാണ് എനിക്ക് ഭക്ഷണവും പാനീയങ്ങളും നൽകുന്നത്. വഇദാ മരിദ്തു ഫഹുവ യശ്ഫീൻ, എനിക്ക് രോഗം ബാധിച്ചാൽ അള്ളാഹു ശിഫയാക്കും. വല്ലദീ യുമീതുനി സുമ്മ യുഹ്യീൻ, അവനാണ് ഇനി എന്നെ മരിപ്പിക്കാൻ പോകുന്നത്, അവൻ തന്നെയാണ് പിന്നീട് എന്നെ ജീവിപ്പിക്കാൻ പോകുന്നത്. വല്ലദീ ആതുമഉ അൻ യഗ്ഫിറ ലി ഖതീഅതി യൗമദ്ദീൻ, വിചാരണ നാളിൽ, വിചാരണ ചെയ്യുന്ന ദിവസം എന്റെ പാപങ്ങൾ അവൻ പുറത്തു തരും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത് അവനെക്കുറിച്ചാണ്. അപ്പോൾ എന്ത് പ്രയാസമുണ്ടായാലും അതിനൊരു പരിഹാരമുണ്ടാകുമെന്ന ചിന്ത. ചില ആളുകൾ ഇതിന്റെ നേരെ വിപരീതമായിരിക്കും. ചെറിയൊരു പ്രയാസമുണ്ടാകുമ്പോൾ ഇതിലും വലുത് ഇതിന്റെ പിന്നിൽ വരാനുണ്ട്, അല്ലെങ്കിൽ ഇത് എന്റെ നാശത്തിലേക്കുള്ള സബബാണ് എന്ന ചിന്തയായിരിക്കും അവർക്കുണ്ടാവുക. അതൊരു മുഅ്മിൻ യോജിച്ച സ്വഭാവമല്ല. മുൻഗാമികളായ ചില സാലിഹ്യങ്ങൾ പറഞ്ഞതായി കാണാം, ഇസ്തഅമിൽ ഫീ കുല്ലി ബലിയത്തിൻ തത്റുഖുക ഹുസ്നുൽ ദന്നി ബില്ലാഹി ഫീ കശ്ഫിഹാ. നിനക്കെന്ത് പരീക്ഷണം വന്നു ഭവിച്ചാലും സംഭവിച്ചാലും അത് അള്ളാഹു പരിഹരിക്കുമെന്ന ഹുസ്നുൽ ദന്ന് വെച്ച് പുലർത്തുക. ഫഇന്ന ദാലിക അഖറബു ഇലൽ ഫറജ്, ആ ചിന്തയുണ്ടെങ്കിൽ ആ പ്രശ്നത്തിന്റെ പരിഹാരം ഉടനെ തന്നെ ഉണ്ടാകും. അങ്ങനെ അള്ളാഹുവിനെ കുറിച്ച് നല്ല വിചാരം വെച്ച് പുലർത്തുക. ചില ആളുകൾ എന്തു ചെയ്യും? ഭാവിയെക്കുറിച്ച് ചിന്തിച്ച് അതിൽ മശ്ഗൂലാകും, അതിൽ തിരക്കിലാകും. ചില ആളുകൾ വളരെ വിദൂരമായ ഭാവിയിൽ സംഭവിക്കാനിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചായിരിക്കും ചിന്തിക്കുക. മക്കൾ വലുതായിട്ട് അവർ പഠിച്ച് അവർക്ക് ജോലി കിട്ടാതെ ആയിപ്പോകുമോ എന്നുള്ള പേടി ചിലപ്പോൾ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് തന്നെ തുടങ്ങിയിട്ടുണ്ടാവും. അങ്ങനെയുള്ള അനാവശ്യമായ ചിന്തകൾ കൊണ്ട് മാനസിക രോഗിയായിട്ടുള്ള ആളുകളുണ്ട്. അതുപോലെ അനാവശ്യമായ ചിന്തകൾ, രോഗങ്ങളെക്കുറിച്ച് എല്ലാ ദിവസവും പല ടെസ്റ്റുകളും നടത്തുന്ന ആൾക്കാരുണ്ട്, രോഗങ്ങൾ ഉണ്ടോ എന്ന് അന്വേഷിക്കാൻ വേണ്ടി. ഇങ്ങനെ വരാനിരിക്കുന്ന രോഗത്തെക്കുറിച്ച്, ദാരിദ്ര്യത്തെക്കുറിച്ച് ചിന്തിച്ച് അവർക്ക് എന്ത് സംഭവിക്കും, അന്നന്നത്തെ ജീവിതം അവർക്ക് ആസ്വദിക്കാനും ഹലാലായ രീതിയിൽ അത് സന്തോഷിക്കാനും സാധിക്കുകയില്ല.
അവരുടെ ഇബാദത്തുകൾക്ക് അവർക്ക് ചെയ്യാൻ സാധിക്കുകയില്ല, അള്ളാഹുവിനോട് അടുക്കാൻ സാധിക്കുകയില്ല. അവരുടെ ഖൽബ് ഈ ചിന്ത കൊണ്ട് തിരക്കിലായി പോകും. ഇത് ഒരു മുഅ്മിന് യോജിച്ചതല്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ സ്വഭാവത്തെക്കുറിച്ച് മനസ്സിൽ രോഗമുള്ള ആളുകളുടെ വിശേഷണമായി പറഞ്ഞിട്ടുണ്ട്. വതായിഫത്തുൻ ഖദ് അഹമ്മത്ഹും അൻഫുസുഹും. യുദ്ധത്തിൽ, ജിഹാദിന്റെ സന്ദർഭത്തിൽ ഈമാൻ ഉറച്ച ആളുകൾ, ഈമാനിന് ബലമുള്ള ആളുകൾ, അവര് സമാധാനിക്കും. സഹാബത്തിന്റെ ഇടയിൽപ്പെട്ട ചില ആളുകൾ യുദ്ധം നടക്കുന്ന സന്ദർഭത്തിൽ ഉറങ്ങിപ്പോയിരുന്നു എന്ന് കാണാൻ പറ്റും ചരിത്രത്തിൽ. യുദ്ധം നടക്കുന്ന ഇടയിൽ കയ്യിൽ നിന്ന് വാളൊക്കെ ഉതിർന്ന് താഴെ വീണ സംഭവങ്ങളുണ്ട്. കാരണം രാത്രിയായി ഉറങ്ങുന്ന സമയപ്പോൾ അവർക്ക് ഉറക്കം വന്നു. അത്രയും തവക്കുലാണ് അവർക്ക്. അള്ളാഹുൽ അത്രയും അടിയുറച്ച വിശ്വാസമുണ്ട്. അവൻ ഉദ്ദേശിച്ചത് നടക്കുകയുള്ളൂ. അങ്ങനെയുള്ള ആളുകൾക്ക് ഉറക്കം വന്ന യുദ്ധത്തിൽ. എന്നാൽ വേറെ ചില ആളുകൾ വതായിഫത്തുൻ ഖദ് അഹമ്മത്ഹും അൻഫുസുഹും, അവരുടെ സ്വന്തം കാര്യം ചിന്തിച്ച് അവർ തിരക്കിലായിരിക്കുന്നു. യظുന്നൂന ബില്ലാഹി ഗൈറൽ ഹഖ്, അവർ ഹക്കല്ലാത്ത കാര്യമാണ് അള്ളാഹുവിനെ കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. വന്നൽ ജാഹിലിയ, ജാഹിലിയത്തിന്റെ ചിന്തയാണ് അവരുടെ മനസ്സിൽ. ഇപ്പൊ എന്താ ജാഹിലിയത്തിന്റെ ചിന്ത എന്ന് പറയുന്നത്? ജാഹിലിയത്ത് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, കുഫർ, ഇസ്ലാം അല്ലാത്തത്, അതാണ് ജാഹിലിയത്ത് എന്ന് പറയുന്നത്. അപ്പൊ കാഫിറുകൾ ചിന്തിക്കുന്ന ചിന്തയാണ് അവരുടെ മനസ്സിൽ. അവരുടെ ചിന്ത എന്താണ്? യഖൂലൂന ഹൽ ലനാ മിനൽ അംരി മിൻ ഷൈ, നമുക്ക് കാര്യത്തിൽ വല്ല പങ്കുമുണ്ടോ? അഥവാ ഈ യുദ്ധക്കളത്തിൽ നമ്മൾ ജീവിക്കുമോ മരിക്കുമോ എന്ന കാര്യം നമുക്ക് യാതൊരു ധാരണയുമില്ല. അങ്ങനെയുള്ള ഒരു അവസ്ഥയിലാണല്ലോ നമ്മൾ എന്നുള്ള അങ്കലാപ്പിലായിരിക്കും. ഖുൽ ഇന്നൽ അംറ കുല്ലഹു ലില്ലാഹ്, അവരോട് പറയുക, കാര്യമെല്ലാം അള്ളാഹുവിന്റെ കയ്യിലാണ്, അവൻ തീരുമാനിച്ചതേ നടക്കുകയുള്ളൂ എന്ന് പറഞ്ഞേക്കുക. അപ്പോൾ മരിക്കുമോ അതല്ല ഇവിടെ നിന്ന് ജീവനോടെ രക്ഷപ്പെടുമോ എന്ന പേടിയിലാണ് അവർ. നാളെ എന്ത് സംഭവിക്കും എന്നാലോചിച്ച് നോക്കൂ. യുദ്ധക്കളത്തിൽ ജീവൻ നഷ്ടപ്പെടുമോ എന്ന പേടി, അടുത്ത നിമിഷം മരിക്കുമോ എന്നുള്ള പേടി, ആ പേടി അള്ളാഹു ആക്ഷേപിച്ചിരിക്കുകയാണ്. അപ്പൊ നമ്മൾ ഇനി വരാനിരിക്കുന്ന രോഗത്തെക്കുറിച്ചും അതുപോലെ തന്നെ വരാനിരിക്കുന്ന ദാരിദ്ര്യത്തെക്കുറിച്ചും ഒരുപക്ഷെ വർഷങ്ങൾക്ക് ശേഷം സംഭവിക്കാനിരിക്കുന്ന വിവാഹത്തെക്കുറിച്ചും മക്കളുടെ ആവശ്യങ്ങളെക്കുറിച്ചും ഒക്കെ ചിന്തിച്ച് തലപുകഞ്ഞ് നമ്മുടെ ഇബാദത്തുകൾ പോലും ശോഷിച്ചു പോകുന്നത് എത്ര വലിയ നഷ്ടമാണ്, എത്ര വലിയ ജാഹിലിയത്താണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ യുദ്ധക്കളത്തിൽ സംഭവിച്ചിട്ടുള്ള സൂഅ് അതിനെക്കുറിച്ച് ഇങ്ങനെയാണ് ആക്ഷേപിച്ചിട്ടുള്ളത്. അപ്പൊ ഭാവിയെക്കുറിച്ച് ഇങ്ങനെയുള്ള തശാഉം, മോശമായ ചിന്തകൾ അത് ഒരാളെ ബാധിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവിനെ കുറിച്ച് അവൻ അശ്രദ്ധയിലാകും, അള്ളാഹുവിന്റെ ദിക്റിൽ നിന്ന് അവൻ അശ്രദ്ധയിലാകും, അള്ളാഹുവിനെ കുറിച്ച് അള്ളാഹുവിൽ നിന്ന് അവൻ അകലെയാകും. അതുപോലെ തന്നെ ജാഹിലിയത്തിനെ അവൻ അനുകരിക്കുകയും ചെയ്തു എന്ന് പറയാം. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ആളുകൾക്ക് യഖീൻ ഉണ്ടാവുകയില്ല, തവക്കുൽ ഉണ്ടാവുകയില്ല. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞ മനോഹരമായ ഒരു അസറുണ്ട്. ഇന്നല്ലാഹ അസ്സ വജല്ല ബിഖിസ്തിഹി വഅദ്ലിഹി, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ നീതി കൊണ്ട് വിധിച്ച ഒരു വിധിയുണ്ട്. അതെന്താണ്? ജഅല റൗഹ വൽ ഫറഹ ബിർറിദാ വൽ യഖീൻ, അല്ലാഹു പ്രയാസങ്ങളിൽ നിന്ന് ആശ്വാസം നൽകുന്നത്, അതുപോലെ തന്നെ സന്തോഷം നൽകുന്നത് ആർക്കാണ്? ബിർറിദാ വൽ യഖീൻ, അള്ളാഹുവിന്റെ വിധിയിൽ തൃപ്തിയും യഖീനുമുള്ള ആളുകൾക്കാണ്. അള്ളാഹുവിന്റെ വിധിയിൽ തൃപ്തിപ്പെടുന്ന ആളുകൾ, അള്ളാഹുവിന്റെ വിധി അത് നല്ലതായിരിക്കും, അന്തിമ വിജയം തഖ്വയുള്ളവർക്കായിരിക്കും, ദീനുള്ളവർക്കായിരിക്കും, അവരെ ബാധിക്കുന്ന ദോഷങ്ങളൊന്നും അവർക്ക് ആത്യന്തികമായി നഷ്ടമാവുകയില്ല എന്നുള്ള യഖീൻ ആർക്കാണ് ഉള്ളത്, അവർക്കാണ് അള്ളാഹു ആശ്വാസം നൽകുക. ഇപ്പൊ ഒരു പ്രയാസം ഉണ്ടായി, ആ പ്രയാസത്തിൽ വെപ്രാളപ്പെടുന്നവനല്ല അതിൽ നിന്ന് രക്ഷപ്പെടുക, അത് അള്ളാഹുവിനെ ഏൽപ്പിക്കുന്ന, അള്ളാഹുവിൽ യഖീനുള്ള ആളുകൾക്കാണ് ആശ്വാസം നൽകുക. കാരണം എന്താണ്? വെപ്രാളം കാണിക്കുന്ന ആള് അവൻ ഈ പ്രയാസം അള്ളാഹുവിനെ ഏൽപ്പിച്ചിട്ടില്ല, അതുകൊണ്ടാണ് പ്രയാസപ്പെടുന്നത്, അതുകൊണ്ടാണ് ഈ വേവലാതി ഉള്ളത്. അപ്പൊ അത് അള്ളാഹുവിന്റെ നീതിയാണ്. അവനെ ആശ്രയിച്ച് തൃപ്തിപ്പെട്ട ആളുകൾക്ക് അവൻ ആശ്വാസം നൽകും. നമുക്ക് ബാഹ്യമായി നോക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഈ വേവലാതിയും വെപ്രാളവും കാണിക്കുന്ന ആള് അവനായിരിക്കും പ്രശ്നം പരിഹരിക്കാൻ കൂടുതൽ പരിശ്രമിക്കുന്നത്, മറ്റേയാൾ പരിശ്രമിക്കുന്നില്ല. അപ്പൊ പരിശ്രമിക്കാത്ത ആൾക്കാണ് അള്ളാഹു ആശ്വാസം നൽകുന്നത്, താരതമ്യേന പരിശ്രമം കുറഞ്ഞ ആൾക്ക്. പക്ഷെ യഥാർത്ഥത്തിൽ അവന്റെ ഖൽബ് കൊണ്ടവൻ വലിയ ഒരു കാര്യം ചെയ്തിട്ടുണ്ട്. അതെന്താണ്? ഈ വിധിയിൽ അവന് സ്വബർ, അതുപോലെ തന്നെ റിള, തൃപ്തി അവൻ കാണിച്ചിട്ടുണ്ട്. വജഅലൽ ഹമ്മ വൽ ഹുസ്ന ബിസ്സഖത്ത്, അതുപോലെ തന്നെ ദുഃഖവും വിഷമവും ആർക്കാണ് കൊടുക്കുന്നത്? ബിസ്സഖത്ത്, അള്ളാഹുവിന്റെ വിധിയിൽ കോപിക്കുന്നവർക്കാണ്, അള്ളാഹുവിന്റെ വിധിയിൽ പ്രതിഷേധിക്കുന്നവർക്കാണ്. അതുപോലെ തന്നെ മറ്റൊരു ഖൗല് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞതായി കാണാൻ സാധിക്കും. ഇന്നലി ശൈത്വാനി ബിബ്നി ആദമ ലമ്മതൻ, ശൈത്താൻ മനുഷ്യനെ സമീപിക്കും, പിശാച് മനുഷ്യനെ സമീപിക്കും. വലിൽ മലക്കി ബിബ്നി ആദമ ലമ്മതൻ, അതുപോലെ മലക്കും മനുഷ്യനെ സമീപിക്കും. നമ്മുടെ ചുറ്റും മലക്കുകളും ശൈത്താന്മാരുമുണ്ട്. ഇത് നമ്മുടെ അഖീദയാണ്, നമ്മൾ കണ്ണുകൊണ്ട് കാണാത്തതാണെങ്കിലും
നമ്മുടെ ചുറ്റും ഇവർ ജീവിക്കുന്നുണ്ട്. ഓരോ മനുഷ്യന്റെ കൂടെ 4 മലക്കുകളുണ്ട്. മുന്നിലും പിന്നിലുമായി നമ്മെ സംരക്ഷിക്കാനുള്ള ഹഫളത്തിന്റെ മലായിക്കത്തുണ്ട്. അതുപോലെ അടുത്തും വലത്തുമായി അമലുകൾ രേഖപ്പെടുത്താനുള്ള മലക്കുകളുണ്ട്. അതുപോലെ ഓരോ മനുഷ്യന്റെ കൂടെയും ഖരീനുണ്ട്. ഇങ്ങനെയുള്ള ഈ ശൈത്താൻ, അതുപോലെ തന്നെ ഈ മലക്കുകൾ മനുഷ്യനെ സമീപിക്കും. എന്താണ് ശൈത്താൻ മനുഷ്യനെ സമീപിക്കുക എന്ന് പറഞ്ഞാൽ, ഫഅമ്മ ലമ്മത്തു ശൈത്താൻ, ശൈത്താന്റെ സമീപനം എന്ന് പറഞ്ഞാൽ ഫഇആദും ബിശ്ശർരി വതക്ദീബും ബിൽ ഹഖ്. ഒന്നാമത്തേത് ഷർറിനെ കുറിച്ച് വാഗ്ദാനം ചെയ്തുകൊണ്ടിരിക്കും. നിനക്ക് ഇന്ന ഷർറുണ്ടാകും, ഇന്ന രോഗം വരും, ആ രോഗം വന്നാൽ ഇത്ര ചെലവാകും, ആ രോഗം വന്നാൽ മരിച്ചു പോകും, അല്ലെങ്കിൽ ദാരിദ്ര്യം വരും, കച്ചവടം നഷ്ടം വരും, ഇനി ഇന്ന നിയമം വരാൻ പോകുന്നുണ്ട്. ഇങ്ങനെയുള്ള പേടിപ്പിക്കുന്ന ഈ ആദം ബിഷർ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇപ്പൊ നമ്മൾ ഏതൊരു മീഡിയ തുറന്നാലും ഈ ശൈത്താനാണ് അതൊക്കെ നിയന്ത്രിക്കുന്നത്. എല്ലാ വാർത്തകളും ഇതുപോലെയുള്ള ഈ ആദം ബിഷർ, ഷെറിനെ കുറിച്ചുള്ള വാഗ്ദാനങ്ങളായിരിക്കും. അപ്പോൾ തക്ദീബും ബിൽ ഹക്ക്, ഹക്ക് നിഷേധിക്കാൻ പ്രേരിപ്പിക്കും. എന്താ ഹക്ക് നിഷേധിക്കുക എന്ന് പറഞ്ഞാൽ? ഹക്ക് എന്ന് പറയുന്നത് എന്താണ്? അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ് അതൊക്കെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്. അള്ളാഹു ഉദ്ദേശിച്ചവർക്ക് അവൻ ആശ്വാസം നൽകുന്നതാണ്. മുഅ്മിനീങ്ങൾക്ക് അവൻ അന്തിമ വിജയം നൽകുക തന്നെ ചെയ്യും. സബറുള്ള ആളുകൾക്ക് അവരുടെ പ്രശ്നങ്ങൾ അള്ളാഹു പരിഹരിക്കുക തന്നെ ചെയ്യും. അപ്പോൾ ഈ ഹക്ക് അത് തക്ദീബ്, അത് കളവാക്കാൻ പിശാച് പ്രേരിപ്പിക്കും. വഅമ്മ ലമ്മത്തുൽ മലക്, എന്നാൽ മലക്കിന്റെ സ്വാധീനം എന്ന് പറഞ്ഞാൽ, മലക്കും മനുഷ്യനെ സമീപിക്കുമെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ഫഇആദും ബിൽ ഖൈരി വതസ്ദീഖും ബിൽ ഹഖ്. ഈആദും ബിൽ ഖൈർ, ഖൈറിനെ കുറിച്ച് വാഗ്ദാനം ചെയ്തുകൊണ്ടിരിക്കും. ഈ പ്രശ്നങ്ങളൊക്കെ തീരും. അതുപോലെ തന്നെ അള്ളാഹുവിന്റെ സഹായം അടുത്തു തന്നെയുണ്ട്. ഇങ്ങനെ സന്തോഷ വാർത്ത അറിയിച്ചുകൊണ്ടിരിക്കും മലക്ക്. നമുക്കറിയാം, നമ്മൾ ഇബാദത്തുകളിൽ മുഴുകിയാൽ കുറേ സമയം ഖുർആൻ ഓതുകയോ ദിക്ർ ചൊല്ലുകയോ അതുപോലെ രാത്രി എഴുന്നേറ്റ് ദുആ ചെയ്യുകയോ ഒക്കെ ചെയ്താൽ നമുക്ക് ഈ അനുഭവം ഉണ്ടാകും. ഈ മലക്കിന്റെ പ്രേരണ നമുക്കുണ്ടാകും. നമ്മൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളൊക്കെ നമ്മൾ മറന്നുപോകും. കാരണം ഇതാണ്, ഈ ആദം ബിൽ ഖൈരി വതസ്ദീഖും ബിൽ ഹഖ്, ഹക്ക് സത്യപ്പെടുത്താൻ ഈ മലക്ക് നമ്മെ പ്രേരിപ്പിക്കും. അള്ളാഹുവിന്റെ വാഗ്ദാനം അത് സത്യപ്പെടുത്താൻ മലക്ക് നമ്മെ പ്രേരിപ്പിക്കും. വമൻ വജദ ദാലിക ഫൽയഅലം, ആർക്കെങ്കിലും ഈ അനുഭവം ഉണ്ടായാൽ അവൻ മനസ്സിലാക്കട്ടെ, അന്നഹു മിൻ അല്ലാഹ്, അത് അള്ളാഹുവിൽ നിന്നുള്ളതാണ്. അപ്പൊ ഈ മലക്കിന്റെ ഈ ബാങ്ക് കൊടുക്കുന്നുണ്ടോ? മലക്കിന്റെ ഈ പ്രേരണ അഥവാ ഖൈറിനെ കുറിച്ചുള്ള ചിന്ത, ഭാവി നല്ലതായിരിക്കും, ഖൈറാണ് നമ്മുടെ ജീവിതത്തിൽ ഇനി വരാൻ പോകുന്നത് എന്നുള്ള ചിന്ത ഒരാൾക്കുണ്ടായാൽ ഫൽയഹ്മദില്ലാ, അവൻ അള്ളാഹുവിനെ സ്തുതിച്ചുകൊള്ളട്ടെ. അത് വലിയൊരു നിഅമത്താണ്. അതുകൊണ്ടാണ് ഈ പറഞ്ഞത്, ഇങ്ങനെ ഒരു ചിന്ത മനസ്സിലുണ്ടായാൽ അള്ളാഹുവിനെ സ്തുതിക്കട്ടെ. വമൻ വജദ അൽ ഉഖ്റ, ആർക്കെങ്കിലും മറ്റേ ചിന്തയുണ്ടായാൽ, ആദ്യം പറഞ്ഞ ചിന്തയുണ്ടായാൽ, അതായത് ഈ ആദം ബിഷർ, ഷെറിനെ കുറിച്ചുള്ള ചിന്തകൾ ഒരാളുടെ മനസ്സിലുണ്ടായാൽ ഫല്യതഅവദ് ബില്ലാഹി മിനശ് ശൈത്താൻ, ഷെയ്ത്താന്റെ ഷെറിൽ നിന്നും അള്ളാഹുവിനോട് കാവൽ ചോദിക്കട്ടെ. അപ്പോൾ ഒരു വാർത്ത വായിച്ചാൽ എന്നിട്ട് അതുകൊണ്ടൊരു ഷെറായ ചിന്തയാണ് മനസ്സിലുണ്ടാകുന്നതെങ്കിൽ, നിരാശയാണ് വരുന്നതെങ്കിൽ അഊദു ബില്ലാ എന്ന് പറയട്ടെ. അതിങ്ങനെ പറഞ്ഞ് 4 ആളുകളോടുകൂടി പറഞ്ഞിട്ട് ആ 4 ആളെ കൂടി അവരോടുകൂടി ഈ ശൈത്താന്റെ ചിന്ത പകർന്നു കൊടുക്കുകയല്ല വേണ്ടത്. നേരെ മറിച്ച് അഊദു ബില്ലാ എന്ന് പറഞ്ഞത് അവസാനിപ്പിക്കുകയാണ് വേണ്ടത്. തുമ്മ ഖറഅ, എന്നിട്ട് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു ഓതി, അശ്ശൈത്താനു യഇദുകുമുൽ ഫഖറ വയഅ്മുറുകും ബിൽ ഫഹ്ശാ, ശൈത്താൻ ദാരിദ്ര്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് വാഗ്ദാനം നൽകും. നിനക്ക് ദാരിദ്ര്യം വരാൻ പോകുന്നുണ്ട്, നഷ്ടം വരാൻ പോകുന്നുണ്ട്, സ്വതക്ക ചെയ്യരുത്, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കരുത്, ഇങ്ങനെ പറഞ്ഞ് ഫഖറിനെ കുറിച്ച് പിശാച് നിങ്ങൾക്ക് പ്രേരണ നൽകും. അതിനെക്കുറിച്ചുള്ള വാഗ്ദാനം നൽകിക്കൊണ്ടിരിക്കും. വയഅ്മുറുകും ബിൽ ഫഹ്ശാ, പിന്നീട് തെറ്റ് ചെയ്യാൻ പിശാച് പ്രേരിപ്പിക്കും. പിന്നീട് എളുപ്പമായിരിക്കും തെറ്റ് ചെയ്യാൻ, ഹറാമുകൾ ചെയ്യിപ്പിക്കാൻ. അതുകൊണ്ട് തന്നെ അള്ളാഹുവിനോട് കാവൽ ചോദിക്കുക. ചില ആളുകൾ അവരുടെ ഭാവി സുരക്ഷിതമാക്കാനാണെന്നുള്ള പേരിൽ ഈ ചിന്ത ഒരാളുടെ മനസ്സിൽ കടന്നുകൂടിക്കഴിഞ്ഞാൽ, ശൈത്താന്റെ ഈ പ്രേരണ കടന്നുകൂടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? എന്ത് ഹറാമും ചെയ്യും. ഭാവിയെക്കുറിച്ചുള്ള ഈ ഹമ്മ്, ഈ വ്യാകുലത ഒരാളുടെ മനസ്സിൽ കയറിയാൽ അയാൾ എന്ത് ചെയ്യും? എന്ത് ഹറാമും ചെയ്യാൻ തയ്യാറായിരിക്കും. സാമ്പത്തികമായ ഹറാമുകൾ ചെയ്യും. അതുപോലെ തന്നെ ഇന്ന് നമുക്ക് കാണാവുന്നതാണ് മക്കളുടെ വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ. അവരുടെ ഭാവി എന്താകും, ഞാൻ മരിച്ചു കഴിഞ്ഞിട്ട് മക്കൾ എന്താകും എന്ന് ഓർത്തിട്ട് അവരെന്ത് ഹറാമിൽ മുഴുകുന്ന സാഹചര്യങ്ങളിലാണെങ്കിലും അവിടെ പോയി പഠിച്ച് രക്ഷപ്പെടട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് ഹറാമുകളിലേക്ക് ആ മക്കളെ അയച്ചുവിടും. ഇതൊക്കെ യഥാർത്ഥത്തിൽ പിശാച് ഉണ്ടാക്കുന്ന ഈ ആദം ബിഷർ, ഷെറിനെ കുറിച്ചുള്ള ചിന്തയാണ്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് നമ്മുടെ ധാരണ എന്താണ് എന്ന് മനസ്സിലാക്കാനുള്ള മാർഗങ്ങളാണ് ഇതൊക്കെ. ഈ 4 കാര്യങ്ങൾ, നമ്മുടെ ദുആ എത്രയുണ്ട്, അതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മഗ്ഫിറത്തിനെ കുറിച്ചുള്ള ചിന്ത നമ്മുടെ മനസ്സിൽ എത്രമാത്രമുണ്ട്, എത്ര പ്രതീക്ഷ നമുക്കുണ്ട്, അതുപോലെ തന്നെ അള്ളാഹുവിന്റെ അസ്മാഇനെ കുറിച്ചും സിഫാത്തിനെ കുറിച്ചും നമ്മൾ ചിന്തിക്കാറുണ്ടോ? അള്ളാഹുവിന്റെ റഹ്മത്തിനെ കുറിച്ച്, അള്ളാഹുവിന്റെ ഖുദ്റത്തിനെ കുറിച്ച്. നമ്മൾ നേരെ മറിച്ചാണ്, നമ്മൾ സൃഷ്ടികളുടെ ഖുദ്റത്തിനെ കുറിച്ചാണ് ചിന്തിക്കുക. ചിലപ്പോൾ കാഫിറുകളുടെ, നമ്മുടെ ശത്രുക്കളുടെ
അവരുടെ ഖുദ്റത്തിനെ കുറിച്ച്, അവരങ്ങനെ ചെയ്യാൻ പോകുന്നുണ്ട്, അവരിങ്ങനെ പദ്ധതി ഇട്ടിട്ടുണ്ട്, അതിനെക്കുറിച്ചൊക്കെ ആയിരിക്കും നമ്മൾ ചിന്തിക്കുകയും ചർച്ച ചെയ്യുകയും ചെയ്യുന്നത്. നേരെ മറിച്ച് അള്ളാഹുവിൻ്റെ ഖുദ്റത്തിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നുണ്ടോ? നമ്മെക്കാളും പ്രതികൂലമായ സാഹചര്യങ്ങൾ ജീവിച്ച് അള്ളാഹുവിൻ്റെ ദീൻ മുറുകെ പിടിച്ച് ജീവിച്ച് അതിൽ ഉറച്ചു നിന്ന് മരണപ്പെട്ട പണ്ഡിതന്മാരും മഹാന്മാരും ഒക്കെ കഴിഞ്ഞു പോയിട്ടുണ്ട്. നമ്മുടെ രാജ്യത്ത് ഏറ്റവും വലിയ അക്രമത്തിന്റെ ഭരണം നടക്കുന്ന കാലത്തായിരുന്നു നമ്മളിപ്പോൾ വായിക്കുന്ന പഠിക്കുന്ന ചരിത്രത്തിൽ കഴിഞ്ഞുപോയ മഹാന്മാരായ മുഹദ്ദിസീങ്ങളൊക്കെ ജീവിച്ചത്. നിങ്ങൾ കേട്ടിരിക്കും ചിലപ്പോൾ സയ്യിദ് നദീർ ഹുസൈൻ അദ്ദഹലവി റഹിമഹുല്ലാഹ് എന്ന് പറഞ്ഞ പണ്ഡിതൻ. അദ്ദേഹം ഡൽഹിയിലുള്ള വലിയൊരു ആലിമായിരുന്നു. അദ്ദേഹം മരണപ്പെടുന്നത് 1902-ലാണ്. എന്നാൽ ഇവിടുത്തെ ബ്രിട്ടീഷുകാരുടെ ഭരണം ഏറ്റവും ക്രൂരമായ അവസ്ഥയിലുള്ള സമയത്താണ് അദ്ദേഹം ജീവിച്ചിരുന്നത്. അദ്ദേഹത്തോട് അവർ വളരെ സൗഹാർദ്ദപരമായിട്ടൊന്നും അല്ല പെരുമാറിയിരുന്നത്. 1 വർഷം അദ്ദേഹം ജയിലിൽ കിടന്നിട്ടുണ്ട്. ആ 1 വർഷം ജയിലിൽ കിടക്കുമ്പോൾ സ്വഹീഹുൽ ബുഖാരി പൂർണ്ണമായി അദ്ദേഹം പഠിപ്പിച്ചു ജയിലിൽ കിടക്കുന്ന ഒരാൾക്ക് എന്ന് അദ്ദേഹത്തിന്റെ സീറയിൽ കാണാം, ചരിത്രത്തിൽ കാണാം. അപ്പൊ ഈ പ്രതിസന്ധികളിലൊക്കെയാണ് ഇസ്ലാം വളർന്നിട്ടുള്ളത്. അള്ളാഹുവിന്റെ ദീനാണ്, അള്ളാഹു തആല പരീക്ഷിക്കുന്നതാണ്. അഷദ്ദുന്നാസി ബലാഅൻ അൽ അംബിയ തുമ്മ അൽ അംസല ഫൽ അംസൽ. ഏറ്റവും വലിയ പരീക്ഷണം അമ്പിയാക്കൾക്കായിരിക്കും, പിന്നീട് അതിനോട് അടുത്ത ആളുകൾക്ക്. അപ്പോ ഈ പരീക്ഷണങ്ങളൊക്കെ പരിഹരിക്കാൻ കഴിവുള്ളവനാണ് അള്ളാഹു തആല. ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ. അള്ളാഹുവിന്റെ ഇസ്മാണ് ഖദീർ എന്നുള്ളത്, അൽ ഖുദ്റ കഴിവ് എന്നുള്ളത് അള്ളാഹുവിന്റെ സിഫത്താണ്. അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കാറുണ്ടോ? അള്ളാഹുവിന്റെ മറ്റൊരു ഇസ്മാണ് അൽ ലത്തീഫ്. ലത്തീഫ് എന്ന് പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ സാധിക്കാത്ത സൂക്ഷ്മമായ വഴികളിലൂടെ സഹായം എത്തിക്കുന്നവൻ. അള്ളാഹുവിന്റെ ലുത്ഫ്, അള്ളാഹുവിന്റെ സ്വകാര്യമായ രഹസ്യമായ സഹായങ്ങൾ അത് നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ ആയിരിക്കുകയില്ല. നമ്മളെത്ര ചിന്തിച്ചാലും പിടുത്തം കിട്ടുകയില്ല. ഈ അടുത്ത് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഒരു സഹോദരൻ ഇസ്ലാം സ്വീകരിച്ചു. അവൻ ഇസ്ലാം സ്വീകരിക്കാനുള്ള കാരണം അവന്റെ അമ്മ ചെറുപ്പത്തിൽ മരണപ്പെട്ടു. ഹിന്ദു ആയിരുന്ന ഒരു കുട്ടിയാണ്, അവന്റെ അമ്മ മരണപ്പെട്ടു. അപ്പോൾ അച്ഛൻ എന്ത് ചെയ്തു? 2ാമത് വിവാഹം കഴിച്ചു. അപ്പോൾ ഈ 2ാമത്തെ ഭാര്യയും ഈ മകനും തമ്മിൽ ഒത്തുപോകുന്നില്ല. അപ്പോൾ ഇയാൾ മുസ്ലിം ആയിട്ടുള്ള ഒരു ബന്ധുവിന്റെ അടുത്ത് കൊണ്ടുപോയിട്ട് ഇവനെ നിങ്ങൾ വളർത്തിക്കോ എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചു. ആ കുട്ടി ഇസ്ലാം സ്വീകരിച്ചു. അപ്പോൾ ഇവൻ ചിലപ്പോൾ ഈ അമ്മ മരിച്ചപ്പോൾ എത്ര കരഞ്ഞിട്ടുണ്ടാകും, 14 വയസ്സായ കുട്ടി എത്ര സങ്കടപ്പെട്ടിട്ടുണ്ടാകും. പക്ഷെ അള്ളാഹുവിന്റെ ലുത്ഫാണ്, അവൻ അള്ളാഹു ഇസ്ലാമിലെത്തിച്ചു ഈ ഒരു മരണത്തിലൂടെ. ഈ അച്ഛൻ 2ാമത് വിവാഹം കഴിച്ചപ്പോൾ എത്ര ദുഃഖിച്ചിട്ടുണ്ടാകും. പക്ഷെ അത് അള്ളാഹുവിന്റെ കാരുണ്യമായിരുന്നു. അപ്പൊ അള്ളാഹുവിന്റെ സഹായം നമുക്ക് ഏത് വഴിക്കാണ് വരിക, അള്ളാഹുവിന്റെ റഹ്മത്ത് എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിലേക്ക് എത്തുക എന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് ആ അറിയാത്ത കാര്യത്തെക്കുറിച്ച് ചിന്തിച്ച് നമ്മൾ തലപോക്കേണ്ടതില്ല. അത് അള്ളാഹുവിന് വിട്ടുകൊടുക്കുക, എന്നിട്ട് അവൻ കൽപ്പിച്ച കാര്യങ്ങൾ ചെയ്യുക. ഇതാണ് ഒരു മുഅ്മിൻ വേണ്ടത്. ഇങ്ങനെ അള്ളാഹുവിന്റെ സിഫാത്തുകളെ കുറിച്ച് നമ്മൾ ചിന്തിക്കാറുണ്ടോ? അതുപോലെ തന്നെ ഭാവിയെക്കുറിച്ച് നമ്മുടെ ചിന്ത എന്താണ്? അത് തഫാഉലാണോ, നല്ല ചിന്തയാണോ, അതല്ല മോശം ചിന്തയാണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏത് നിർണായകമായ ഘട്ടത്തിലും ഏത് പ്രതിസന്ധിയുടെ ഘട്ടത്തിലും നല്ല ചിന്ത വെച്ച് പുലർത്തുമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ വന്ന് പരാതി പറഞ്ഞ സ്വഹാബത്തിനോട്, മുശ്രിക്കുകളുടെ പീഡനങ്ങളെ കുറിച്ച് പറഞ്ഞ ആളുകളോട് എന്താണ് പറഞ്ഞത്? വല്ലാഹി ലയുതിമ്മന്നല്ലാഹു ഹാദൽ അംർ. അല്ലാഹുവാണ് സത്യം, അവൻ ഈ ദീൻ പൂർത്തിയാക്കുക തന്നെ ചെയ്യും. വലാകിന്നകും തസ്തഅജിലൂൻ, നിങ്ങൾ തിരക്ക് കൂട്ടുകയാണ് എന്ന് പറഞ്ഞു. അതുപോലെ ഖന്തഖ് യുദ്ധത്തിൽ മുസ്ലിമീങ്ങളെ മുഴുവൻ നശിപ്പിക്കാൻ വേണ്ടി എല്ലാ ശത്രുക്കളും യഹൂദികളും മുശ്രിക്കുകളും ഒക്കെ ഒരുമിച്ച് മദീനയിലേക്ക് വന്നപ്പോൾ, മദീന വളഞ്ഞപ്പോൾ പാറ പൊട്ടിച്ച് കിടങ്ങുകൾ കുഴിക്കുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്താണ്? അല്ലാഹു അക്ബർ ഫുതിഹത്തിർ റൂം. റോമക്കാരെ നമ്മൾ കീഴടക്കുക തന്നെ ചെയ്യും. അപ്പോൾ സ്വന്തം ജീവൻ ഭീഷണിയിലാണ്. നമ്മളെ കീഴടക്കാൻ വേണ്ടി മുശ്രിക്കുകളും യഹൂദികളൊക്കെ വന്നിരിക്കുകയാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് നമ്മൾ എല്ലാ ശത്രുക്കളെയും കീഴടക്കും, നമുക്കായിരിക്കും വിജയം എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഹുദൈബിയ സന്ധിയിൽ മക്കയിലേക്ക് ഇനി അടുക്കാൻ കഴിയുകയില്ല എന്നുള്ള സാഹചര്യമാണ്. മക്കയിൽ നിന്ന് മുസ്ലിം ആകുന്ന സഹാബത്തൊക്കെ അവിടെ പീഡിപ്പിക്കപ്പെടും എന്നുറപ്പാണ് ഈ സന്ധിയുടെ വ്യവസ്ഥ പ്രകാരം. ആ സമയത്ത് കരാർ എഴുതാൻ വരുന്നത് സുഹൈൽ ബിൻ അംർ എന്ന് പറയുന്ന സഹാബിയാണ്. സുഹൈൽ ബിൻ അംർ എന്ന അദ്ദേഹം അന്ന് മുശ്രിക്കായിരുന്നു, പിന്നീട് സഹാബിയായി. അദ്ദേഹമാണ് കരാർ എഴുതാൻ വേണ്ടി മുശ്രിക്കുകളുടെ ഭാഗത്ത് നിന്ന് വരുന്നത്. സുഹൈൽ എന്നാണ് അദ്ദേഹത്തിന്റെ പേരെന്ന് കേട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈ കരാർ ഖൈറായിരിക്കും എന്ന അർത്ഥത്തിൽ സംസാരിച്ചു. അപ്പോൾ സുഹൈൽ എന്ന വാക്കിന്റെ അർത്ഥം എളുപ്പമെന്നാണ്. അപ്പോൾ നമ്മുടെ കാര്യങ്ങൾക്ക് എളുപ്പമാകും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇങ്ങനെ എല്ലാ പ്രതിസന്ധികൾക്കിടയിലും തഫാഉലുള്ളയാളായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് സുന്നത്താണ്. സുന്നത്ത് എന്ന് പറയുമ്പോൾ ശാരീരികമായ അമലുകൾ മാത്രമല്ല, നമ്മൾ ഇബാദത്തുകൾ, നമ്മുടെ നമസ്കാരത്തിലും നോമ്പിലും ഇങ്ങനെയുള്ള ആചാരങ്ങൾ കാണിക്കുന്ന കർമ്മ പ്രവൃത്തികൾ, അത് വലിയ സുന്നത്ത് തന്നെയാണ്. പക്ഷേ അത് മാത്രമല്ല സുന്നത്ത് എന്ന് പറയുന്നത്. സുന്നത്ത് എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകളും പ്രവൃത്തികളും ഹാലുകളും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവസ്ഥകൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സിഫാത്ത്, അത് സുന്നത്തിന്റെ ഭാഗമാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ കാര്യത്തെ നമ്മൾ അനുകരിക്കണം. ഈ തഫാഉൽ എന്ന് പറയുന്ന സ്വഭാവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ഈ 4 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ എത്ര അളവുണ്ട് എന്ന് നമ്മൾ കാര്യമായി പരിശോധിക്കണം. അത് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും
നമ്മൾ പറഞ്ഞ പോലെ ഈ ഹുസ്നുൽ ദന്ന്, റബ്ബിനെ കുറിച്ചുള്ള സൽവിചാരം, അത് എത്രമാത്രം നമ്മുടെ ജീവിതത്തിലുണ്ട്. അതുണ്ടെങ്കിലേ നമ്മുടെ ഈമാൻ പൂർത്തിയാവുകയുള്ളൂ. അതില്ലെങ്കിൽ നമ്മൾ ഷക്കിന്റെ ആളുകളുടെ കൂട്ടത്തിലായി പോകും. ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ആമനൂ ബില്ലാഹി വറസൂലിഹി സുമ്മ ലം യർതാബു. മുഅ്മിൻ എന്ന് പറഞ്ഞാൽ ആരാണ്? അല്ലാഹുവും റസൂലും വിശ്വസിക്കുകയും സുമ്മ ലം യർതാബു, പിന്നീട് ഷക്ക് വരാതിരിക്കുകയും ചെയ്തവരാണ്. അപ്പൊ അള്ളാഹുവിനെ കുറിച്ചുള്ള ഷക്ക്, അവന്റെ സിഫാത്തുകളെ കുറിച്ചുള്ള ഷക്ക്, അതാണ് റബ്ബിനെ കുറിച്ച് മോശമായ ധാരണകൾ വരാനുള്ള കാരണം. അങ്ങനെയുള്ള ചിന്തകൾ നമ്മുടെ മനസ്സിൽ നിന്ന് കഴുകി വൃത്തിയാക്കണം നമ്മൾ. അതിനുവേണ്ടി സ്വന്തം നഫ്സിനോട് ജിഹാദ് ചെയ്യണം നമ്മൾ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മൾ ജീവിക്കുന്ന സാഹചര്യത്തിൽ രോഗങ്ങളുണ്ട്, അതുപോലെ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളുണ്ട്, അതുപോലെ ഇസ്ലാമിനെ നശിപ്പിക്കാൻ ശത്രുക്കൾ ഒരുങ്ങി പുറപ്പെട്ടിട്ടുണ്ട്. ഇങ്ങനെ എല്ലാവിധ വെല്ലുവിളികളും നമ്മുടെ ചുറ്റുമുണ്ട്. പക്ഷെ ഇതൊക്കെ കഴിഞ്ഞ് ഒരു വിജയം മുഅ്മിനീങ്ങൾക്കുണ്ടാകും. വൽ ആഖിബതു ലിൽ മുത്തഖീൻ, അന്തിമമായ വിജയം മുത്തഖീങ്ങൾക്കാകുന്നു. തഖ്വയുണ്ടോ എന്ന കാര്യം മാത്രം നമ്മൾ പരിശോധിച്ചാൽ മതി. ചില മുൻഗാമികൾ പറഞ്ഞിട്ടുണ്ട്, തഖ്വല്ലാഹി ഖലഫും മിൻ കുല്ലി ഷൈ. തഖ്വ എന്ന് പറയുന്നത് എല്ലാ പ്രശ്നത്തിനുമുള്ള പരിഹാരമാണ്. എല്ലാ പ്രശ്നത്തിനും. എന്ത് കുറവ് നമ്മുടെ ജീവിതത്തിലുണ്ടോ, നമ്മുടെ ആരോഗ്യം, സൗന്ദര്യം, പിന്നെ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ, കടം, വീടില്ലാത്ത സ്ഥിതി, ഇങ്ങനെ എന്തൊക്കെ പ്രയാസങ്ങളുണ്ടോ, ശത്രുക്കൾ, എല്ലാത്തിനുമുള്ള പരിഹാരമാണ് തഖ്വല്ലാഹ്, അള്ളാഹുനുള്ള തഖ്വ. വലൈസ ലി തഖ്വല്ലാഹി മിൻ ഖലഫ്. തഖ്വക്കാണെങ്കിൽ ഒരു പരിഹാരവുമില്ല. തഖ്വയില്ലാത്ത ഒരുത്തന് വേറെ എന്തുണ്ടായിട്ടും കാര്യവുമില്ല. അതുകൊണ്ട് നമ്മുടെ അവസ്ഥ, അള്ളാഹുവുമായുള്ള നമ്മുടെ ഖൽബിന്റെ ബന്ധം, അത് നന്നാക്കാൻ നാം പരമാവധി പരിശ്രമിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അതിന് തൗഫീഖ് നൽകട്ടെ. അല്ലാഹുമ്മ ഇന്നാ നസ്അലുക തൗഫീഖ ലിമഹാബ്ബിക മിനൽ അഅമാൽ വസിദ്ഖി തവക്കുലി അലൈക വഹുസ്നി ظنി ബിക. അല്ലാഹുമ്മ ആതി നുഫൂസനാ തഖ്വാഹ വസക്കിഹ അൻത ഖൈറു മൻ സക്കാഹ അൻത വലിയുഹ വമൗലാഹ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല ശിർക വൽ മുശ്രിക്കീൻ. അല്ലാഹുമ്മ اشف مرضانا ومرضانا ومرضى المسلمين. اللهم ارحم موتانا وموتى المسلمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصل اللهم وسلم على عبدك ورسولك نبينا محمد وآله وأصحابه أجمعين والحمد لله رب العالمين.